നമസ്കാരം. 9 PM ആരംഭിക്കുകയാണ്. മുന്നണികളുടെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾക്കിടെ ഇന്ധന വിലവർദ്ധനവിനെതിരായ സമരച്ചൂടിനു കൂടി സാക്ഷ്യം വഹിച്ച ദിനമാണിന്ന്. കേന്ദ്രത്തിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെയാണ് ജനകീയ പ്രതിഷേധങ്ങൾ ഉയർന്നത്. അത്തരം പ്രതിഷേധങ്ങൾ വാഹന പണിമുടക്കിലും പ്രകടനങ്ങളിലും മാത്രമാകേണ്ടതല്ല. ബാലറ്റുകൾ കയ്യിലെത്തുമ്പോൾ പ്രകടമാക്കേണ്ട ഉറച്ച നിലപാട് കൂടിയാകണം. അവിടെയാണ് ഉറപ്പാണ് LDF എന്ന മുദ്രാവാക്യം പ്രസക്തമാകുന്നത്. കേന്ദ്രത്തിന്റെ ജനവിരുദ്ധ നിലപാടുകളിൽ LDF മൗനമാകില്ലെന്ന ഉറപ്പ്. 9 PM ആരംഭിക്കുന്നു. ആദ്യം തലക്കെട്ടുകൾ. തവണയിൽ കൂടുതൽ മത്സരിച്ചവർ മാറി നിൽക്കണമെന്ന് VM സുധീരനും PC ചാക്കോയും. മത്സരിക്കാനില്ലെന്ന് മുല്ലപ്പള്ളിയും മുരളീധരനും PJ കുര്യനും. സ്ഥാനാർത്ഥികളെ നിർണയിക്കാനാകാതെ KPCC തെരഞ്ഞെടുപ്പ് യോഗം പിരിഞ്ഞു. മൂവാറ്റുപുഴ ജോസഫിന് വിട്ടുകൊടുക്കില്ലെന്ന് മുല്ലപ്പള്ളി. CPIM-നെ പ്രശംസിച്ച് കോൺഗ്രസ് നേതാവ് അധീർ രഞ്ജൻ ചൗധരി. CPIM-ന്റെ മതേതര കാഴ്ചപ്പാട് ആർക്കും ചോദ്യം ചെയ്യാനാകാത്തതെന്ന് ചൗധരി. കാശ്മീരിൽ ഒരു വിഭാഗം കോൺഗ്രസ് പ്രവർത്തകർ ഗുലാം നബി ആസാദിന്റെ കോലം കത്തിച്ചു. വയനാടിന് പിന്നാലെ പാലക്കാട്ട് കോൺഗ്രസിലും പൊട്ടിത്തെറി. കോൺഗ്രസ് വിടാനൊരുങ്ങി മുൻ DCC അധ്യക്ഷൻ AV ഗോപിനാഥ്. സ്വതന്ത്രനായി മത്സരിക്കാൻ സാധ്യത. ഗോപിനാഥ് കോൺഗ്രസ് വിട്ടു വരട്ടെ എന്ന് A വിജയരാഘവൻ. മുസ്ലിം ലീഗ് സാധ്യതാ സ്ഥാനാർത്ഥി പട്ടികയായി. കളമശ്ശേരിയിൽ ഇബ്രാഹിം കുഞ്ഞിന് പകരം മകൻ. KM ഷാജിയെ കാസർകോട്ടേക്ക് മാറ്റി. KPM മജീദിനെ പെരിന്തൽമണ്ണയിൽ വേണ്ടെന്ന് നാലകത്ത് സൂപ്പിയും KMCC. കേന്ദ്ര സർക്കാരിന്റെ പ്രവാസി വിരുദ്ധ നിലപാടുകൾക്കെതിരെ എയർ ഇന്ത്യ ഓഫീസ് ഉപരോധിച്ച നേതാക്കൾക്കെതിരെ കോടതി നടപടി. TV രാജേഷ് MLA-യും PA മുഹമ്മദ് റിയാസും KK ദിനേശും റിമാൻഡിൽ. UP-യിൽ ക്രൂരതകൾ തുടരുന്നു. ഹത്രസിൽ പീഡനക്കേസിലെ പ്രതി ഇരയുടെ പിതാവിനെ വെടിവെച്ചു കൊലപ്പെടുത്തി. ബലാത്സംഗ കേസിൽ ഇരയെ വിവാഹം കഴിക്കാൻ തയ്യാറാണോ എന്ന ചീഫ് ജസ്റ്റിസിന്റെ പ്രസ്താവന പിൻവലിക്കണമെന്ന് ബൃന്ദ കാരാട്ട്. ഇന്ധന വില വർധനവിനെതിരെ സംയുക്ത സമരസമിതിയുടെ 12 മണിക്കൂർ വാഹന പണിമുടക്ക് പൂർണ്ണം. പാചകവാതക വിലക്കയറ്റത്തിനെതിരെ കൊച്ചിയിൽ തലമൊട്ടയടിച്ച് പ്രതിഷേധം. ജനങ്ങളെ പരിഹസിച്ച് K സുരേന്ദ്രൻ. വിശദമായ റിപ്പോർട്ടുകളിലേക്ക് നടന്നാൽ മുന്നണികളിൽ സീറ്റ് ചർച്ചകൾ സജീവമാണ്. KPCC യോഗം തീരുമാനമാകാതെ പിരിഞ്ഞു എന്നുള്ളത് ഇന്നത്തെ പ്രധാന വാർത്തയാണ്. അതായത് മുതിർന്ന നേതാക്കൾ മത്സരിക്കാനില്ല എന്ന വാർത്ത കോൺഗ്രസിനെ സംബന്ധിച്ച് നോക്കിയാൽ പതിവില്ലാത്ത ഒന്നാണ്. നേരത്തെ കൽപ്പറ്റയിലും കണ്ണൂരിലുമൊക്കെ മുല്ലപ്പള്ളി മത്സരിക്കുമെന്ന് കേട്ടിരുന്നു. എന്നാൽ അത്തരമൊരു മോഹം മാറ്റിവെച്ചിരിക്കുന്നു എന്നാണ് മുല്ലപ്പള്ളി ഇന്നത്തെ യോഗത്തിൽ പറഞ്ഞത്. പാർട്ടിയെ നയിക്കുക, UDF-നെ അധികാരത്തിലെത്തിക്കുക എന്ന ചുമതല മാത്രം മതി എന്ന നിലപാടിലേക്ക് മുല്ലപ്പള്ളി മാറിയിരിക്കുന്നു. VM സുധീരനും PJ കുര്യനും തോറ്റ് നാണം കെടാനില്ല എന്ന നിലപാടാണ് പറയാതെ പറയുന്നത്. തങ്ങൾ ഇക്കുറി മത്സര രംഗത്തില്ല എന്നവർ KPCC യോഗത്തിൽ പറയുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് കിട്ടാത്തതിൻ്റെ പേരിൽ പാർട്ടിയിൽ ശബ്ദമുയർത്തിയ PC ചാക്കോയും പറയുന്നു യുവാക്കൾ മത്സരിക്കട്ടെ എന്ന് പറയുമ്പോൾ ഉമ്മൻചാണ്ടിയും ചെന്നിത്തലയും ഒരുമിച്ച് വിളിച്ചിട്ടും K മുരളീധരന് മനംമാറ്റം ഉണ്ടാകുന്നില്ല എന്ന വാർത്തയും പ്രസക്തമാണ്. വട്ടിയൂർക്കാവ് MLA ആകാനില്ലെന്ന് തന്നെയാണ് വടകര MP-യുടെ നിലപാട്. LDF-ന് ഭരണത്തുടർച്ചയെന്ന പേടിയാണത്രേ നേതാക്കളെ ഇത്തരമൊരു തീരുമാനത്തിലേക്ക്, മുതിർന്ന നേതാക്കളെ പിന്തിരിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. എന്തായാലും പേടിക്കാതിരിക്കുന്നത് എങ്ങനെയാണ്? AICCയുടെ സർവേ റിപ്പോർട്ടടക്കം അങ്ങനെയാണ് വന്നത്. CPIM-ന് LDF-ന് ഭരണത്തുടർച്ച ഉണ്ടാകും എന്നാണ്. എന്തായാലും സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ തീരുമാനമാകാതെ ഇന്ന് പിരിഞ്ഞിരിക്കുന്നു എന്നാണ് KPCC-യുമായി ബന്ധപ്പെട്ട്, കോൺഗ്രസ് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. ആദ്യ റിപ്പോർട്ട് തിരുവനന്തപുരത്ത് നിന്ന്. BJP വെല്ലുവിളി ഉയർത്തിയ മണ്ഡലങ്ങളിൽ പ്രമുഖർ മത്സരിക്കണമെന്നതാണ് AICC നിർദ്ദേശം. VM സുധീരനെ വട്ടിയൂർക്കാവിലും നേമത്ത് K മുരളീധരനെയും പരീക്ഷിക്കാനായിരുന്നു നേതൃത്വത്തിന്റെ നീക്കം. പക്ഷേ മത്സരിക്കാനില്ലെന്ന് സുധീരൻ തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിൽ വ്യക്തമാക്കിയതോടെ ഈ നീക്കം പാളി. K മുരളീധരനും നേമത്ത് മത്സരിക്കണമെന്ന ആവശ്യം തള്ളി. മത്സരിക്കുന്നില്ല. ഇല്ല MP-മാർ മത്സരിക്കേണ്ട തീരുമാനം തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. അതൊന്നും മാറ്റിയിട്ടൊന്നുമില്ല. അതിനെക്കുറിച്ച് ഇപ്പോൾ ആലോചിക്കേണ്ട കാര്യമില്ല. ഞാൻ പാർലമെന്റ് സമ്മേളനത്തിൽ പങ്കെടുക്കാൻ 7-ാം തീയതി ഡൽഹിക്ക് പോവാണ്. പിന്നെ നോമിനേഷൻ എല്ലാവരും കൊടുത്തു കഴിഞ്ഞിട്ടേ അങ്ങോട്ട് വരുള്ളൂ. മുന്നണിയെ അധികാരത്തിലെത്തിക്കുകയാണ് തന്റെ ലക്ഷ്യമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് മുല്ലപ്പള്ളിയുടെ പിന്മാറ്റം. കൂടാതെ മത്സരിക്കാനില്ലെന്ന് നേതൃത്വത്തെ അറിയിച്ച PJ കുര്യൻ
തിരുവല്ല സീറ്റ് കോൺഗ്രസ് ഏറ്റെടുക്കണമെന്നും ആവശ്യപ്പെട്ടു. 4ഉം 5ഉം തവണ MLA-മാരായവരെ മാറ്റി നിർത്തണമെന്ന് PC ചാക്കോയും VM സുധീരനും യോഗത്തിൽ ആവശ്യപ്പെട്ടു. അതേസമയം സീറ്റ് വിഭജനത്തിൽ UDF തർക്കം തുടരുകയാണ്. ചങ്ങനാശ്ശേരിയും മൂവാറ്റുപുഴയുമാണ് കീറാമുട്ടിയായി തുടരുന്നത്. മൂവാറ്റുപുഴ ലഭിച്ചാൽ കാഞ്ഞിരപ്പള്ളിയുടെയും പൂഞ്ഞാറിന്റെയും കാര്യത്തിൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണെന്ന് അറിയിച്ചു. പക്ഷേ ചങ്ങനാശ്ശേരി വിട്ടുകൊടുക്കാനാവില്ലെന്നാണ് ജോസഫ് വിഭാഗത്തിന്റെ നിലപാട്. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ ഈ നിലപാട് പക്ഷേ കോൺഗ്രസിന് സ്വീകാര്യമല്ല. മൂവാറ്റുപുഴയും ചങ്ങനാശ്ശേരിയും നഷ്ടപ്പെടുത്തി കാഞ്ഞിരപ്പള്ളി ഏറ്റെടുക്കാൻ കോൺഗ്രസ് തയ്യാറല്ല. അതിനിടെ മൂവാറ്റുപുഴ സീറ്റ് വിട്ടുകൊടുക്കുന്നതിൽ കോൺഗ്രസിൽ വലിയ എതിർപ്പുകൾ ഉണ്ടായിട്ടുണ്ട്. മണ്ഡലം വിട്ടുനൽകില്ലെന്ന് ജോസഫ് വാഴക്കൻ ഫേസ്ബുക്കിൽ പ്രതികരിക്കുകയും ചെയ്തു. മൂവാറ്റുപുഴ സീറ്റ് ഘടകകക്ഷികൾക്ക് നൽകരുതെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി രാഹുൽ ഗാന്ധിക്ക് കത്തുമയച്ചിട്ടുണ്ട്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം. കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾ മത്സരിക്കുന്നില്ലെന്ന് പറഞ്ഞെങ്കിലും ഘടകകക്ഷിയിലെ നേതാക്കൾ അങ്ങനെയൊന്നും അരുതാത്തതൊന്നും ചിന്തിച്ചിട്ടില്ല. കുഞ്ഞാലിക്കുട്ടി അടക്കം MP സ്ഥാനം രാജിവെച്ച് MLA ആകാൻ എത്തുന്ന ഒരു കാലമാണ്. നേതാക്കളായ എല്ലാവർക്കും സീറ്റ്, എല്ലാവർക്കും മണ്ഡലം എന്നൊരു രീതിയിലാണ് ഘടകകക്ഷികൾ സീറ്റ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കൂടുതൽ സീറ്റ് വേണമെന്ന ആവശ്യത്തിൽ ലീഗും ജോസഫ് വിഭാഗവും ഉൾപ്പെടെ കടിപിടി തുടരുകയാണ്. ലീഗിനും ജോസഫ് ഗ്രൂപ്പിനും വേണ്ടി വീതം വെപ്പ് നടത്തിയാൽ കോൺഗ്രസിന് കനത്ത നഷ്ടമാണ് എന്തായാലും ഉണ്ടാവുക. ഘടകകക്ഷികളുടെ സമ്മർദ്ദം തള്ളാനും വയ്യ കൊള്ളാനും വയ്യ എന്ന നിലയിലാണ് കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ അവസ്ഥ. അതേസമയം ലീഗ് രാഷ്ട്രീയത്തിൽ ചില ധാരണകളൊക്കെ എത്തിയിരിക്കുന്നു. കളമശ്ശേരിയിൽ ഇബ്രാഹിം കുഞ്ഞിന് പകരം മകനെ മത്സരിപ്പിക്കാനാണ് ലീഗിന്റെ നീക്കം. KNA ഖാദറിനും സീറ്റ് ഉണ്ടായേക്കില്ല എന്ന റിപ്പോർട്ടുകൾ വരുന്നു. PK കുഞ്ഞാലിക്കുട്ടി വേങ്ങരയിൽ മത്സരിക്കാനാണ് തയ്യാറെടുക്കുന്നത്. അതേസമയം KM ഷാജിയെ കാസർഗോഡ് മത്സരിപ്പിക്കാനാണ് ആലോചനയുള്ളത്. അതായത് +2 അഴിമതിയുമായി ബന്ധപ്പെട്ട് അഴീക്കോട് വിവാദമുയർന്ന പശ്ചാത്തലത്തിൽ അഴീക്കോട് മണ്ഡലം തനിക്ക് വേണ്ട എന്ന് KM ഷാജി പറഞ്ഞിരുന്നു. കാസർഗോഡ് വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. KM ഷാജിയെ കാസർഗോഡ് മത്സരിപ്പിക്കാൻ തയ്യാറെടുക്കുമ്പോൾ തന്നെ മറ്റ് അഴിമതി ആരോപണ വിധേയനായ ഇബ്രാഹിം കുഞ്ഞിന് സീറ്റില്ല, പകരം അവിടെ മകനെയാണ് മത്സരിപ്പിക്കാൻ തയ്യാറെടുക്കുന്നത് എന്ന വാർത്തകളാണ് വരുന്നത്. അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിലേക്ക്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ KPA മജീദ് സീറ്റ് മോഹവുമായി രംഗത്തെത്തിയിരുന്നു. ലീഗ് ഉന്നതാധികാര സമിതിയിലും ആവശ്യമറിയിച്ചു. സീറ്റ് നൽകുന്നതിന് തത്വത്തിൽ ധാരണയുമായി. മലപ്പുറത്തോ വേങ്ങരയിലോ മത്സരിക്കാനായിരുന്നു ആലോചന. എന്നാൽ ഈ 2 മണ്ഡലം കമ്മിറ്റികളും മജീദിനെ വേണ്ടെന്നറിയിച്ച് ദേശീയ അധ്യക്ഷൻ പാണക്കാട് ഹൈദരലി തങ്ങൾക്ക് കത്തു നൽകി. മജീദിന് സീറ്റ് നൽകിയാൽ തനിക്കും സീറ്റ് വേണമെന്നായിരുന്നു നാലകത്ത് സൂപ്പിയുടെ ആവശ്യം. പെരിന്തൽമണ്ണയിൽ മജീദിനെ മത്സരിപ്പിക്കരുതെന്നും സൂപ്പി നിർദ്ദേശിച്ചു. മജീദിന് സീറ്റ് നൽകരുതെന്നാവശ്യപ്പെട്ട് KMCC അബുദാബി ഘടകവും കത്തു നൽകി. പ്രസിഡന്റ് ഷുക്കൂർ അലി, ആക്ടിംഗ് സെക്രട്ടറി C സമീർ എന്നിവരാണ് കത്തയച്ചത്. മജീദിന് ജയസാധ്യതയില്ലെന്നാണ് മണ്ഡലം കമ്മിറ്റികളുടെ വിലയിരുത്തൽ. 2001 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മങ്കടയിൽ ഇടതു സ്വതന്ത്രൻ മഞ്ഞളാംകുഴി അലിയോടും 2004 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മഞ്ചേരിയിൽ TK ഹംസയോടും മജീദ് തോറ്റിരുന്നു. തുടർന്നാണ് പാർലമെന്ററി രംഗത്തുനിന്ന് വിട്ടുനിന്നത്. വീണ്ടും മത്സരിപ്പിക്കണമെന്ന സംസ്ഥാന നേതൃത്വത്തിന് താൽപര്യമുണ്ടെങ്കിലും കീഴ്ഘടകങ്ങൾ അംഗീകരിക്കാത്തതാണ് തടസ്സമാവുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ജമാഅത്ത് ബന്ധത്തോട് മജീദിന് താൽപര്യമുണ്ടായിരുന്നില്ല. മത്സരിക്കാൻ അവസരം കിട്ടിയാൽ ജനറൽ സെക്രട്ടറി സ്ഥാനം ഒഴിയാമെന്നാണ് KPA മജീദ് കരുതിയിരുന്നത്. കൈരളി ന്യൂസ്, മലപ്പുറം. മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി KPA മജീദിന് സീറ്റ് നൽകുന്നതിലാണ് കൂട്ടത്തോടെ എതിർപ്പ് ഉയർന്നിരിക്കുന്നത്. മജീദിനെ വേണ്ടെന്നറിയിച്ച് 3 മണ്ഡലം കമ്മിറ്റികളാണ് രംഗത്ത് വന്നത്. മണ്ഡലം കമ്മിറ്റികൾ മാത്രമല്ല, KMCC അബുദാബി ഘടകവും ഇത് സംബന്ധിച്ച് ലീഗ് നേതൃത്വത്തിന് കത്ത് നൽകിയെന്ന റിപ്പോർട്ടുകളാണുള്ളത്. പെരിന്തൽമണ്ണയിൽ മജീദ് വേണ്ടെന്ന് ഇതിനകം മുൻ മന്ത്രി നാലകത്ത് സൂപ്പിയും കൂടി വ്യക്തമാക്കിയതോടെ KPA മജീദിന്റെ കാര്യം എന്തായാലും പ്രതിസന്ധിയിലായിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് വരുന്നത്. അതേസമയം അഴീക്കോട് മണ്ഡലത്തിൽ ഇത്തവണ KM ഷാജി മത്സരിക്കില്ല, പകരം കാസർഗോഡ് സീറ്റ് വേണമെന്നാണ് KM ഷാജി ലീഗ് നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ +2 കോഴ കേസിലും അനധികൃത സ്വത്ത് സമ്പാദന കേസിലും അന്വേഷണം നേരിടുന്ന ഷാജി പരാജയ ഭീതിയിലാണ് അഴീക്കോട് മത്സരിക്കുന്നതിൽ നിന്നും പിന്മാറിയത്. എന്തായാലും ഷാജിയുടെ ആവശ്യത്തെ ലീഗ് അംഗീകരിച്ചിരിക്കുന്നു എന്നാണ് ഏറ്റവും ഒടുവിൽ വരുന്ന റിപ്പോർട്ടുകൾ. കാണാം. കാസർഗോഡ് കിട്ടിയില്ലെങ്കിൽ ഇത്തവണ മത്സരിക്കാനില്ല എന്നാണ് KM ഷാജി ലീഗ് നേതൃത്വത്തെ അറിയിച്ചിരിക്കുന്നത്. കണ്ണൂരും അഴീക്കോടും തമ്മിൽ വച്ചുമാറാനുള്ള നിർദ്ദേശം കോൺഗ്രസ് നേതൃത്വം തള്ളിയതോടെയാണ് ഷാജി കാസർഗോഡ് സീറ്റിൽ പിടിമുറുക്കിയത്. ഷാജിക്കെതിരെ ശക്തമായ ജനവികാരമാണ് അഴീക്കോട് മണ്ഡലത്തിൽ നിലനിൽക്കുന്നത്. അഴീക്കോട് സ്കൂൾ +2 കോഴക്കേസും അനധികൃത സ്വത്ത് സമ്പാദന കേസുമാണ് ജനവികാരം എതിരാകാൻ പ്രധാന കാരണം. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ
വർഗീയ പ്രചരണം നടത്തിയതിന് കോടതി ശിക്ഷിച്ചതും മണ്ഡലത്തിലെ വികസന മുരടിപ്പുമെല്ലാം ഷാജിക്ക് തിരിച്ചടിയാകുമെന്നാണ് വിലയിരുത്തൽ. ഇതോടെയാണ് ഷാജി അഴീക്കോട് മത്സരിക്കുന്നതിൽ നിന്നും പിന്മാറിയത്. ഷാജിയെ കാസർഗോഡ് മത്സരിപ്പിക്കുന്നതിൽ ലീഗ് ജില്ലാ നേതൃത്വത്തിന് താൽപര്യമില്ല. എന്നെ നെല്ലിക്കുന്നിന് തന്നെയാണ് ഇത്തവണയും കാസർഗോഡ് മുൻതൂക്കം. MK മുനീർ ഉൾപ്പെടെ ചില നേതാക്കൾക്ക് ഷാജിക്ക് കാസർഗോഡ് നൽകണമെന്ന അഭിപ്രായമുണ്ടെങ്കിലും കുഞ്ഞാലിക്കുട്ടിയുടെയും കാസർഗോഡ് ജില്ലാ നേതൃത്വത്തിന്റെയും തീരുമാനമായിരിക്കും നിർണായകം. കൈരളി ന്യൂസ്, കണ്ണൂർ. UDF-ൽ ലീഗ് എന്തായാലും സീറ്റുമായി ബന്ധപ്പെട്ടുള്ള സമ്മർദ്ദം ശക്തമാക്കിയിരിക്കുകയാണ്. നേരത്തെ മത്സരിച്ചതിൽ നിന്ന് കൂടുതൽ സീറ്റുകൾ ലീഗ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. 5 സീറ്റുകൾ കൂടി അധികം ചോദിക്കാനാണ് ലീഗ് തീരുമാനിച്ചത്. അതിൽ വിട്ടുവീഴ്ചയില്ല എന്ന നിലപാട് ലീഗ് സ്വീകരിക്കുമ്പോൾ 3 സീറ്റുകൾ നൽകുകയും 2 സീറ്റ് മാറ്റം നടത്തി ലീഗിനെ തൃപ്തിപ്പെടുത്താനുള്ള ഒരു ശ്രമമാണ് UDF നേതാക്കളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. എന്തായാലും തിരുവമ്പാടി സീറ്റ് വിട്ട് നൽകില്ല എന്നുകൂടി ലീഗ് നിലപാട് സ്വീകരിച്ചിരിക്കുന്നു. CP ജോണിനെ നിയമസഭയിൽ എത്തിക്കേണ്ട ഉത്തരവാദിത്വം UDF-ന് മൊത്തത്തിൽ ഉള്ളതാണ് എന്നാണ് ലീഗ് തീരുമാനം ഉള്ളത്. അതേസമയം താമരശ്ശേരി രൂപതയെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നു എന്നും റിപ്പോർട്ട്. തിരുവമ്പാടി സീറ്റ് തിരിച്ചെടുക്കാൻ കോൺഗ്രസ് നീക്കം ശക്തമാക്കിയതോടെയാണ് ലീഗ് നിലപാട് ഘടിപ്പിച്ചത്. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം തിരുവമ്പാടിക്കായി ആവശ്യമുന്നയിച്ചിരുന്നു. CP ജോണിനായി കോൺഗ്രസ് ശ്രമം തുടരുന്നതിനിടെയാണ് അത് ലീഗിന്റെ അക്കൗണ്ടിൽ മാത്രമാകേണ്ടെന്ന് MK മുനീർ വ്യക്തമാക്കിയത്. CP ജോൺ എന്ന് പറയുന്നത് ഐക്യജനാധിപത്യ മുന്നണിയിലെ ശക്തനായൊരു നേതാവാണ്. അദ്ദേഹത്തിൻ്റെ ഒരു സാന്നിധ്യം നിയമസഭയിൽ ഉണ്ടാകണമെന്ന് അങ്ങേയറ്റം ഐക്യജനാധിപത്യ മുന്നണി ആഗ്രഹിക്കുന്നുണ്ട്. അതിനുവേണ്ടി ഐക്യജനാധിപത്യ മുന്നണി അദ്ദേഹത്തെ നിയമസഭയിൽ എത്തിക്കാനുള്ള പരമാവധി പരിശ്രമം നടത്തും. ലീഗ് ഐക്യജനാധിപത്യ മുന്നണിയുടെ ഭാഗമാണല്ലോ, അപ്പം നമ്മളും ആ കൂട്ടത്തിൽ കൂടുമല്ലോ. കഴിഞ്ഞ തവണ മത്സരിച്ച സീറ്റുകൾ വിട്ടു നൽകേണ്ടതില്ല എന്ന തീരുമാനത്തിന്റെ ഭാഗമാണ് ലീഗ് നിലപാട്. താമരശ്ശേരി രൂപതയുടെ താൽപര്യം മുൻനിർത്തി സീറ്റ് തിരിച്ചെടുക്കാനായിരുന്നു കോൺഗ്രസ് നീക്കം. ഇത് മറികടക്കാനായി ലീഗ് നേതൃത്വം 2 വട്ടം താമരശ്ശേരി ബിഷപ്പ് റമജിയോസ് ഇഞ്ചനാനിയലുമായി ചർച്ച നടത്തി. ചർച്ച തുടരാനാണ് ലീഗ് തീരുമാനം. കോൺഗ്രസിനെ സമ്മർദ്ദത്തിലാക്കി കൂടുതൽ സീറ്റുകൾ നേടുക, ജോസഫ് വിഭാഗത്തിന്റെ തിരുവമ്പാടി ആവശ്യം തടയുക എന്നതും ലീഗ് ലക്ഷ്യമിടുന്നു. എന്നാൽ CP ജോൺ കോൺഗ്രസ് പിന്തുണയോടെ സീറ്റ് ലഭിക്കാനായി ശ്രമം തുടരുന്നുമുണ്ട്. AK ലതീഷ്, കൈരളി ന്യൂസ്, കോഴിക്കോട്. കോൺഗ്രസിലും പടലപ്പിണക്കങ്ങൾ തുടരുകയാണ്. പാലക്കാട് കോൺഗ്രസിൽ പൊട്ടിത്തെറി ഉണ്ടായിരിക്കുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. നേതൃത്വത്തിന്റെ അവഗണനയിൽ പ്രതിഷേധിച്ച് പാർട്ടി വിടാനൊരുങ്ങിയാണ് AV ഗോപിനാഥ്. ഇത്തവണ തെരഞ്ഞെടുപ്പ് രംഗത്ത് സജീവമായി ഉണ്ടാകുമെന്നും ആവശ്യമാണെങ്കിൽ ആശയപരമായി യോജിക്കാൻ കഴിയുന്നവരുമായി യോജിച്ച് പ്രവർത്തിക്കുമെന്നാണ് AV ഗോപിനാഥ് പറഞ്ഞത്. പാലക്കാട് മണ്ഡലത്തിൽ ഷാഫി പറമ്പിലിന്റെ പേര് വീണ്ടും ഉയർന്നു വന്നതിന് പിന്നാലെയാണ് പരസ്യ വിമർശനവുമായി AV ഗോപിനാഥ് രംഗത്തെത്തിയിട്ടുള്ളത്. കോൺഗ്രസ് വിട്ട് പുറത്തു വന്നാൽ അപ്പോൾ CPIM നിലപാട് വ്യക്തമാക്കുമെന്ന് മന്ത്രി AK ബാലനും ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് മാധ്യമങ്ങളോട് സൂചിപ്പിച്ചു. നേതൃത്വം തുടർച്ചയായി അവഗണിക്കുകയാണ്. എന്റെ അയോഗ്യത എന്താണെന്നറിയില്ല, AV ഗോപിനാഥ് തുറന്നടിച്ചു. എൻ്റെ വിശ്വാസം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് പാർട്ടി ഈ രാജ്യത്ത് പൂത്ത് പന്തലിച്ച് നിൽക്കണമെന്നാണ്. അത് ചില വ്യക്തികൾ തടസ്സം, അവരുടെ കൂടെ പോകാൻ എനിക്ക് കഴിയില്ല. അപ്പോൾ അവർക്ക് ഇഷ്ടമില്ല എന്ന് തോന്നിയാൽ സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന പാർട്ടി പ്രവർത്തകരെ AV ഗോപിനാഥ് മാത്രമല്ല, ഉദാഹരണത്തിന് 100 കണക്കിന് പ്രവർത്തകരെ എനിക്ക് പറയാൻ കഴിയും. അത് ഒതുക്കുക എന്നുള്ളത് അതിൻ്റെ ഒരു കണ്ണിയായി ഞാനും പെട്ടു. ഞാൻ എൻ്റെ ഡിസ്ക്വാളിഫിക്കേഷൻ എനിക്ക് അറിയില്ല. ഞാൻ എന്താണ് എൻ്റെ ഡിസ്ക്വാളിഫിക്കേഷൻ? സംഘാടകനല്ല, പ്രവർത്തിക്കാൻ കഴിയില്ല, മനസ്സിലല്ല, ശക്തനല്ല, പ്രവർത്തകർക്ക് ഇഷ്ടമില്ല. ഇതൊക്കെ പറഞ്ഞാൽ ഞാൻ സ്വയം പോവാലോ. 2011 നേതൃത്വം പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ പാലക്കാട് മണ്ഡലത്തിൽ പ്രചാരണം നടത്തുന്നതിനിടെയാണ് സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് മാറ്റിയത്. എന്താണ് കാര്യമെന്ന് ഇപ്പോഴും അറിയില്ല. കൂടെയുള്ള ജനങ്ങൾക്കൊപ്പം എപ്പോഴും ഉണ്ടാകും. ആശയപരമായി യോജിക്കാൻ കഴിയുന്നവർക്കൊപ്പം ചേർന്ന് തിരഞ്ഞെടുപ്പ് രംഗത്ത് പ്രവർത്തിക്കും. ജനങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് കോൺഗ്രസ് നേതാക്കന്മാരുടെ പ്രവർത്തനങ്ങൾ വളരില്ല തോന്നിയാൽ എനിക്ക് വരുന്നത് കോൺഗ്രസ് ആണ്, മനസ്സിലായില്ലേ? അത് എനിക്ക് പറ്റില്ല തോന്നിയാൽ എനിക്ക് ആശയപരമായി യോജിക്കാൻ കഴിയാവുന്ന കക്ഷികളുമായോ പാർട്ടികളുമായോ സംഘടനകളായോ ചിലപ്പോൾ യോജിച്ചേക്കാം. അതെന്റെ ബാധ്യതയാണ്. അതേസമയം AV ഗോപിനാഥ് കോൺഗ്രസ് വിട്ട് പുറത്തു വന്നാൽ നിലപാട് വ്യക്തമാക്കുമെന്നും AV ഗോപിനാഥ് ഒറ്റപ്പെടുന്ന സാഹചര്യം ഉണ്ടാകില്ലെന്നും മന്ത്രി AK ബാലൻ പറഞ്ഞു. അയാളിപ്പോൾ ഇടതുപക്ഷത്തിലേക്കോ അല്ലെങ്കിൽ CPMലേക്കോ വരുമെന്നുള്ള ഒരു സന്ദേശവും അദ്ദേഹം കൊടുത്തിട്ടില്ല. അങ്ങനെ എന്തെങ്കിലും തീരുമാനം അദ്ദേഹത്തിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അന്നേരം ഞങ്ങൾ പരിശോധിക്കും. അദ്ദേഹം ഒരു രൂപത്തിൽ ഒറ്റപ്പെടില്ല കേട്ടോ, അതും പറഞ്ഞുതരാം. കോൺഗ്രസ് നേതൃത്വം ഇക്കാര്യത്തിൽ പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല. പാലക്കാട് മണ്ഡലത്തിൽ ഷാഫി പറമ്പിലിനെതിരെ AV ഗോപിനാഥ് മത്സരിക്കുമെന്നാണ് സൂചന. പാലക്കാട് കോൺഗ്രസിനകത്ത് വലിയ ജനസ്വാധീനമുള്ള AV ഗോപിനാഥ് പാർട്ടി വിടുന്ന കാര്യത്തിൽ ഉൾപ്പെടെ ഉടൻ നിർണായക തീരുമാനമെടുക്കുമെന്നാണ് വിവരം. കൈരളി ന്യൂസ്, പാലക്കാട്. പാലക്കാട്ടെ AV ഗോപിനാഥ് വിഷയത്തിൽ രൂപപ്പെട്ടു വരുന്ന സാഹചര്യമനുസരിച്ച് തീരുമാനമെടുക്കുമെന്നാണ് A വിജയരാഘവൻ സൂചിപ്പിച്ചിട്ടുള്ളത്. ഇടതുമുന്നണിയുടെ വിജയസാധ്യതയാണ് ആദ്യം പരിഗണിക്കുകയെന്നും വിജയരാഘവൻ പ്രതികരിച്ചു.
തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രാഥമിക ഘട്ടത്തിലാണല്ലോ. അപ്പോൾ രൂപപ്പെട്ടു വരുന്ന ഒരു സാഹചര്യത്തിനനുസരിച്ചാണ് നമ്മളെല്ലാ കാലത്തും തീരുമാനമെടുത്തിട്ട് വരിക. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിൻ്റെ വിജയം മെച്ചപ്പെടുത്തുന്ന സഹായകരമായ രൂപത്തിലുള്ള തീരുമാനങ്ങൾ രൂപപ്പെട്ടു വരുന്ന ഓരോ സാഹചര്യം പരിശോധിച്ചുകൊണ്ട് കഴിയാം. കഴിഞ്ഞ ദിവസം പി സി ജോർജ് നൽകിയ അദ്ദേഹത്തിൻ്റെ പ്രസ്താവന അത് യു ഡി എഫിനെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്നതാണ്. അദ്ദേഹം പറഞ്ഞത്, മാധ്യമങ്ങളോട് പറഞ്ഞത്, ഉമ്മൻചാണ്ടിയെ അരുതാത്ത സാഹചര്യത്തിൽ കണ്ടു എന്നാണ് വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. എന്തായാലും അതുമായി ബന്ധപ്പെട്ടുള്ള അലിയൊലികൾ കോൺഗ്രസിൽ യു ഡി എഫിൽ ആരംഭിച്ചിട്ടുണ്ട്. സോളാർ പീഡനവുമായി ബന്ധപ്പെട്ട കേസിൽ താൻ കോടതിക്ക് മുമ്പാകെ എല്ലാം തുറന്നു പറയുമെന്നാണ് പി സി ജോർജിൻ്റെ നിലപാട്. ഉമ്മൻചാണ്ടി ചെയ്ത അരുതാത്ത കാര്യത്തിന് ദൃക്സാക്ഷി ആയതുകൊണ്ട് മാത്രമാണ് യു ഡി എഫിൽ താൻ തഴയപ്പെട്ടത് എന്ന വസ്തുതകൾ ചൂണ്ടിക്കാണിച്ചാണ് പി സി ജോർജിൻ്റെ വിശദീകരണം. എന്തായാലും പി സി ജോർജിൻ്റെ നിർണായക വെളിപ്പെടുത്തലുകൾ കൈരളിക്കും ലഭ്യമായിട്ടുണ്ട്, കേൾക്കാം. എന്നെ സ്നേഹമായിരുന്നു, പക്ഷേ ഞാൻ അരുതാത്തത് കാണേണ്ടി വന്നു. ഞാൻ വിഷയം എന്നോട് ചോദിക്കരുത് എന്താണ്. എന്നെ വന്നാലും പറയില്ല. ഞാൻ അരുതാത്തത് കണ്ടു, അന്ന് മുതൽ പുള്ളി എന്നെ ശത്രുവായി മാറി. നേരിട്ട് കണ്ടു, അതാണ് രസം. ബാക്കി വിശ്വാസം എന്നോട് ചോദിക്കാൻ ഞാൻ പറയില്ല. മിഷൻ വിളിക്കാകുമ്പോൾ ഞാൻ മൊഴി കൊടുക്കും. ഇത് പറഞ്ഞ് വിളിച്ചോടെ മനസ്സിലാവും. ഉമ്മൻചാണ്ടി ഗവൺമെന്റിരിക്കുന്ന ആൾ തന്നെ ഇത് വിജിലൻസ് വന്നു. വിജിലൻസ് വന്ന് എന്നോട് ഞാൻ ഇപ്പോൾ ഇതുവരെയും പുറത്ത് പറയാത്ത കാര്യം ഇത് ചെയ്യാം. ആ മൊഴിയെടുക്കാൻ വന്നപ്പം എനിക്ക് കള്ളം പറയാൻ പറ്റില്ല. വിജിലൻസ് സർക്കിളും ഓഫീസേഴ്സ് മുഴുവൻ കൂടെ മുറി വന്നു. ഞാൻ പറഞ്ഞു, ഇത് നടന്നതാൻ പോവാം, ഞാൻ കണ്ടതാന്ന് സ്റ്റേറ്റ്മെന്റ് കൊടുത്തു. ആ സ്റ്റേറ്റ്മെന്റ് കൊടുത്ത് ഒരാഴ്ച കഴിഞ്ഞപ്പം ഈ കേസ് ഫാൾസ് ആണ് എന്ന് വിജിലൻസ് റിപ്പോർട്ട് കൊടുത്തു. അപ്പോൾ എൻ്റെ മൊഴിക്ക് ഒരു വിലയില്ല. അന്ന് ഞാൻ മൊഴി കൊടുത്തു. ആ മൊഴി കൊടുക്കാതിരുന്നെങ്കിൽ ഉമ്മൻചാണ്ടി ഇന്ന് എൻ്റെ സ്വന്തമായിരുന്നേന്. ഒരു സത്സംഗമായിട്ട് ഒപ്പിട്ട് ബൈബിൾ പിടിച്ച് പറയേണ്ട കാര്യത്തിന് ഞാൻ എങ്ങനെ നുണ പറയും? എന്നെ ഉമ്മൻചാണ്ടിക്ക് പറ്റുമത്? ആ പഴയ വിജിലൻസ് റിപ്പോർട്ട് എൻ്റെ മൊഴിയെടുക്കട്ടെ, അപ്പോൾ കാണാം. എന്താ സംശയം? ആ റിപ്പോർട്ടാണ് ഞാൻ ഉമ്മൻചാണ്ടിക്ക് എന്നോടുള്ള പിണക്കം. ഞാൻ കണ്ടു എന്നുള്ളതാണെങ്കിൽ പുള്ളി മിണ്ടാതിരുന്നു, ഞാനും മിണ്ടുന്നില്ല അവരോട്. പക്ഷെ ഇത് ഒരു എൻക്വയറിയിലേക്ക് വന്നപ്പോൾ സ്വാഭാവികമായി അത് എല്ലാം കൂടി ചോദ്യം ചെയ്യാൻ വന്നപ്പോൾ ഞാനെങ്ങനെ കള്ളം പറയും? അവിടെ ഞാൻ സത്യം പറയാൻ നിർബന്ധനായി. സത്യം പറഞ്ഞപ്പോൾ പറ്റിയെന്ന് ഈ ശത്രുതയായി. തയ്യാറാണോ? ഞാൻ കൊടുക്കാതിരിക്കാൻ പറ്റുമോ? എന്നെ സാക്ഷിയായിട്ട് കോടതി വെച്ചാൽ ഞാൻ സത്യമേ പറയൂ, ഒരു സംശയം വേണ്ട. അവരെ ഇലക്ട്രിസിറ്റി മന്ത്രിയുടെ ഇതിലേക്ക് പറഞ്ഞയച്ചു. അവിടെ മുതൽ നാശം തുടങ്ങി. ഞാൻ പറയുന്നു, ഞാൻ കണ്ടതാണ്. മതി, ഇനി എന്നെ ചോദിക്കണം. ആരുമില്ലാതെ ജോപ്പനെ മുറിയുടെ വാതക്കൽ കുറ്റിയിട്ട് നിർത്തി ചാകത്ത് കയറി രണ്ടും തന്നെ ഇരുന്നത് കുടുക്കലാണ്. ആരാ കുടുക്കിയത്? ഞാൻ കണ്ടു, പുള്ളിക്ക് അറിയാമല്ലോ, അതല്ലേ പ്രശ്നം. അല്ല, മുഖ്യമന്ത്രി ഓഫീസിൽ കയറി ഞാൻ ബലമായിട്ട്. ആ സ്ത്രീയോട് ചോദിക്കുക, ഞാൻ ഉച്ചയോടെ കടത്തി പറയാം. ഞാൻ കാണുമ്പോൾ മുഖ്യമന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടി കൊടുത്തതിന് കയ്യിലുമുണ്ടാ, മതിയോ? ബാക്കി പറഞ്ഞാൽ കറക്റ്റ് പറയേണ്ടി വരും. അതെനിക്ക് ഇഷ്ടപ്പെടുന്നു. രാത്രി 10:30 പ്രോജക്റ്റ് ഡിസ്കസ് ചെയ്യുന്നത്. മുഖ്യമന്ത്രി ഓഫീസിന് പുറമുള്ള മുറിയില്ല, അതിനകത്ത് ഒളിച്ച് ഓഫീസിൽ പോലും ആളില്ല, ജോപ്പൻ മാത്രം മെനു നിൽപ്പുണ്ട്. മനസ്സിലായില്ലേ? ആ ജോപ്പനെ വിളിച്ചെന്ന് പോലീസ് ക്വസ്റ്റ്യൻ ചെയ്യട്ടെ, അപ്പോൾ സത്യം മനസ്സിലാവും. ഞാൻ കയറി ചെന്ന ജോപ്പൻ നിൽക്കുക, ബലമായിട്ട് തുറന്ന അകത്തോട് കയറിയ. ഞാൻ മുറിവേണം നോക്കി കാണുന്നില്ല. അപ്പോൾ ഞാൻ പുറത്തെ മുന്നോട്ട് നിന്നു. തുറന്നപ്പോൾ കണ്ടു എന്ന് ഞാനില്ല പറയുന്നു. അയ്യോ, ചാടി ഏറ്റുപാവം. കേൾക്കാൻ ബുദ്ധിമുട്ടായിരുന്നല്ലോ നീ. അപ്പോഴേ ഇരിക്കും. അത് സാരമില്ല, ഒരു സംശയമില്ല. എനിക്ക് 100% ബോധ്യത്തോടെയായിരുന്നു. ഞാനിപ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കുന്നു, നിങ്ങൾക്ക് ആധികാരികതയുടെ പ്രശ്നമല്ല, ഞാനിത് കണ്ടിട്ടുണ്ടെന്ന് അറിയാമെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ നിങ്ങൾ സത്യം മനസ്സിലാക്കിയിട്ട് വന്നിട്ട് എന്നോട് ചോദ്യം ചെയ്യുക. ചോദ്യം ചെയ്യുമ്പോൾ നോന്ന് ഞാനെങ്ങനെ പറയും? കോടതിയിലേക്ക് വന്ന് ഞാൻ നിങ്ങളോട് ഇപ്പോൾ തിരിച്ചു പറഞ്ഞാൽ കോടതി ചോദിക്കാൻ താൻ അന്ന് പറഞ്ഞ് എന്താന്ന് എൻ്റെ പ്രശ്നമാണ്. കണ്ടോ എന്ന് എന്നോട് ചോദിച്ചു. ഞാൻ സത്യം പറഞ്ഞു, കണ്ടു എന്ന്. ഞാൻ കാരണം എന്നറിയാം, ഇത് കോടതി വരും എന്തെങ്കിലും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം അതുപോലെ കേസ് കിടക്കുന്നുണ്ട്. കോടതി എന്ന് കഴിഞ്ഞാൽ ഞാൻ വിശുദ്ധ ബന്ധം തൊട്ടുകൊണ്ട് സത്യമല്ലാതെ എന്ന് പറയാൻ എന്നെ കൊണ്ട് പറ്റിയില്ല. അപ്പോൾ ഞാൻ സത്യം പറയും. ഉമ്മൻചാണ്ടിയുടെ വക്കലിനോട് ചോദിച്ചാൽ എനിക്ക് ഉത്തരവില്ല. ഇത് സംശയം തോന്നിയിട്ട് തന്നെ അത്രയും മനസ്സിലാക്കിയാൽ മതി. ഇപ്പോൾ കണ്ടോൺമെൻറ്റ് പോലീസ് സ്റ്റേഷൻ്റെ അതിലെ എതിർകക്ഷി ഇങ്ങനെ കയറിപ്പോകുന്നു, ഞാൻ അതിന് ഇപ്പുറം നിൽക്കുന്നു. ഞാൻ അപ്പോൾ ഓടി ഇപ്പറേ വന്ന് നോക്കിയപ്പോൾ മുഖ്യമന്ത്രി ഓഫീസിലൂടെ തന്നെ കയറി എന്നൊരു 15 മിനിറ്റ് കഴിഞ്ഞപ്പം ഞാൻ നേരെ ചെന്ന് മുഖ്യമന്ത്രി ഓഫീസിലൂടെ തന്നെ ഞാൻ കയറിയത്. മനസ്സിലായില്ലേ? ഈ കാഴ്ച കണ്ടിട്ട് ഞാൻ ഇത് കടുത്തു പോയി എന്ന് വേണ്ട ഒരു വാക്ക് ഞാൻ ചേട്ടാ ഇത് വേണ്ടായിരുന്നു എന്ന് മാത്രമേ ഞാൻ ഇറങ്ങിപ്പോയില്ലേ. ഞാനും പറഞ്ഞില്ല. കെ സി ജോസഫിനെതിരെ കോട്ടയത്ത് കോൺഗ്രസിൽ പടയൊരുക്കം. ചങ്ങനാശ്ശേരി സീറ്റ് ജോസഫിൽ നിന്ന് ഏറ്റെടുത്താൽ കെ സി ജോസഫിന് നൽകരുത് എന്ന് യൂത്ത് കോൺഗ്രസ്. കെ സി ജോസഫ് ചങ്ങനാശ്ശേരിയിൽ മത്സരിക്കുന്നതിനോട് തിരുവഞ്ചൂരിനും അതൃപ്തിയാണ് എന്ന് റിപ്പോർട്ടുകൾ വരുന്നു. അതേസമയം ചങ്ങനാശ്ശേരി വിട്ടു നൽകാനോ വെച്ചുമാറാനോ തയ്യാറല്ലെന്ന് ഉഭയകക്ഷി ചർച്ചയിൽ ജോസഫ് വിഭാഗം ആവർത്തിക്കുന്നു.
ജോസഫ് വിഭാഗമായുള്ള ഉഭയകക്ഷി ചർച്ചയിൽ തർക്കം തുടരുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് ചങ്ങനാശ്ശേരി. ഇതിനിടെയാണ് ചങ്ങനാശ്ശേരിക്കായി പിടിമുറുക്കിയ KC ജോസഫിനെതിരെ യൂത്ത് കോൺഗ്രസും ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കളും രംഗത്തെത്തിയത്. തുടർച്ചയായി 8 തവണ ഇരിക്കൂർ മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച KC ജോസഫ് മണ്ഡലം ഉപേക്ഷിച്ചത് പുതുതലമുറയ്ക്കായി വഴിമാറുന്നു എന്ന് വ്യക്തമാക്കിയായിരുന്നു. എന്നാൽ കോട്ടയം ജില്ലയിൽ പുതുതലമുറ ഇല്ലേ എന്ന ചോദ്യമാണ് യൂത്ത് കോൺഗ്രസ് ഉന്നയിക്കുന്നത്. എതിർപ്പ് തുടരുന്നതിനിടെ ചങ്ങനാശ്ശേരിയുടെ പേരുള്ള KC ജോസഫിന്റെ കടുംപിടുത്തം ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് തിരുവഞ്ചൂരും KPCCയെ സമീപിച്ചതായാണ് സൂചന. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ KC ജോസഫ് ജില്ലയിലെ സീറ്റ് നിർണയത്തിൽ അമിതമായി കൈകടത്തിയതിൽ തിരുവഞ്ചൂരിന് വലിയ അതൃപ്തിയുണ്ടായിരുന്നു. ഇതിനുശേഷം ഇരുവരും തമ്മിൽ അകൽച്ചയിലാണ്. ഉമ്മൻചാണ്ടിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്നറിയപ്പെടുന്ന KC ജോസഫ് ജില്ലയിൽ നിന്നുള്ള MLA ആയാൽ തനിക്ക് ഭീഷണിയാകുമെന്ന വേവലാതിയാണ് തിരുവഞ്ചൂരിന്. KC ജോസഫിന് ചങ്ങനാശ്ശേരിയിൽ വിജയസാധ്യത കുറവാണെന്ന കണക്കാണ് കോട്ടയം DCC അടക്കം KPCCക്ക് നൽകിയത്. അതേസമയം I ഗ്രൂപ്പ് നേതാവ് ജോസഫ് വാഴക്കനും കോട്ടയം DCC അധ്യക്ഷൻ ജോഷി ഫിലിപ്പും ചങ്ങനാശ്ശേരിക്കായി കിണഞ്ഞു ശ്രമിക്കുന്നുണ്ട്. എന്നാൽ സീറ്റ് ഒരു കാരണവശാലും വിട്ടുതരില്ലെന്ന് CF തോമസിന്റെ സഹോദരനും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ഉന്നതാധികാര സമിതി അംഗം സാജൻ ഫ്രാൻസിസും വ്യക്തമാക്കി. പാർട്ടി പറഞ്ഞാൽ ചങ്ങനാശ്ശേരിയിൽ മത്സരിക്കാൻ തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞു. ഞാൻ 50 വർഷമായി പാർട്ടിയിൽ പ്രവർത്തിക്കുന്നയാളാണ്. ഈ സീറ്റ് ഒരിക്കലും ജോസഫ് സാർ വിട്ടുകൊടുക്കത്തില്ല എന്ന് പലതവണ വ്യക്തമാക്കിയിട്ടുണ്ട്. അത് വിട്ടുകൊടുക്കില്ല. ചങ്ങനാശ്ശേരി മൂവാറ്റുപുഴയുമായി വെച്ചുമാറാൻ നീക്കം നടക്കുന്നുണ്ടെങ്കിലും CF തോമസിന്റെ കുടുംബാംഗങ്ങൾക്ക് തന്നെ സീറ്റ് വിട്ടു നൽകണമെന്ന ആവശ്യമാണ് കേരള കോൺഗ്രസ് പ്രാദേശിക നേതൃത്വത്തിനുള്ളത്. അതേസമയം ചെറിയ ശതമാനം വോട്ടുകൾക്കാണ് ചങ്ങനാശ്ശേരിയിൽ LDF കഴിഞ്ഞ തവണ പരാജയപ്പെട്ടത്. ഇക്കുറി സീറ്റ് പിടിച്ചെടുക്കാൻ പറ്റുമെന്ന ആത്മവിശ്വാസത്തിലാണ് LDF. കൈരളി ന്യൂസ്, കോട്ടയം. E. ശ്രീധരനെ ഒതുക്കാൻ BJPയിൽ നീക്കമുണ്ടെന്ന് വാർത്തകൾ. V. മുരളീധരനെയും K. സുരേന്ദ്രന്റെയും നേതൃത്വത്തിലാണ് ഇത്തരം നീക്കങ്ങൾ നടക്കുന്നത്. നേരത്തെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി താനാണ് എന്ന മെട്രോമാൻ E. ശ്രീധരന്റെ പ്രസ്താവനയാണ് മുരളീധരനെ പ്രകോപിപ്പിച്ചിട്ടുള്ളത്. ശ്രീധരനെ ജയസാധ്യത തീരെയില്ലാത്ത തൃപ്പുണിത്തറയിൽ മത്സരിപ്പിക്കാനാണ് കേരളത്തിലെ BJP നേതാക്കളുടെ ശ്രമം. BJP കേന്ദ്ര നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് E. ശ്രീധരൻ പാർട്ടിയിൽ ചേർന്നത്. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടുമെന്നായിരുന്നു കേന്ദ്ര നേതൃത്വം ശ്രീധരന് നൽകിയ ഉറപ്പ്. ശ്രീധരന് മികച്ച പരിഗണന നൽകണമെന്ന് സംസ്ഥാന നേതൃത്വത്തിന് കേന്ദ്രം നിർദ്ദേശം നൽകുകയും ചെയ്തു. താനായിരിക്കും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെന്ന് ശ്രീധരൻ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. ഇതാണ് V. മുരളീധരനെ പ്രകോപിപ്പിച്ചത്. നിലവിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള കേന്ദ്ര നേതാക്കളുമായി അടുത്ത ബന്ധം പുലർത്തുന്ന E. ശ്രീധരന്റെ പാർട്ടിയിലേക്കുള്ള വരവ് തനിക്ക് വെല്ലുവിളിയാകുമെന്ന നിഗമനത്തിലാണ് V. മുരളീധരൻ. ഒരു ഭാഗത്ത് ശ്രീധരനെ സ്വാഗതം ചെയ്യുമ്പോൾ തന്നെ മറുഭാഗത്ത് അദ്ദേഹത്തെ ഒതുക്കാനുള്ള നീക്കങ്ങളും മുരളീധര പക്ഷം തുടങ്ങിക്കഴിഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയസാധ്യത തീരെയില്ലാത്ത തൃപ്പൂണിത്തറയിൽ ശ്രീധരനെ മത്സരിപ്പിക്കാനാണ് നീക്കം നടക്കുന്നത്. നേമം, വട്ടിയൂർക്കാവ്, പാലക്കാട് എന്നിവയിൽ ഏതെങ്കിലും ഒരിടത്ത് മത്സരിക്കണമെന്നാണ് ശ്രീധരന്റെ ആഗ്രഹം. എന്നാൽ അവിടങ്ങളിൽ ഒരു കാരണവശാലും ശ്രീധരന്റെ പേര് നിർദ്ദേശിക്കരുതെന്ന് ജില്ലാ പ്രസിഡന്റുമാർക്ക് K. സുരേന്ദ്രൻ നിർദ്ദേശം നൽകി കഴിഞ്ഞു. എറണാകുളത്ത് മെട്രോ ഉള്ളതുകൊണ്ട് അവിടെയാണ് ജയസാധ്യത എന്നാണ് മുരളീധരൻ ശ്രീധരനെ ധരിപ്പിച്ചിരിക്കുന്നത്. ശ്രീധരനെ ഒതുക്കാനുള്ള നീക്കത്തിൽ പാർട്ടിയിലെ ഒരു വിഭാഗം കടുത്ത അമർഷത്തിലാണ്. PV കുട്ടൻ, കോഴിക്കോട്. CPIഎമ്മിന്റെ മതേതര നിലപാടിനെ പ്രശംസിച്ച് കോൺഗ്രസ് നേതാവ് അധീർ രഞ്ജൻ ചൗധരി. ലോക്സഭാ നേതാവ് കൂടിയാണ് അദ്ദേഹം. CPIഎമ്മിന്റെ മതേതര കാഴ്ചപ്പാട് ആർക്കും ചോദ്യം ചെയ്യാനാകാത്തതെന്നാണ് അധീർ രഞ്ജൻ ചൗധരി പറയുന്നത്. വർഗീയ ശക്തികൾക്കെതിരെ സംസാരിക്കാതെ കമ്മ്യൂണിസ്റ്റുകൾക്കെതിരെ എന്തിനാണ് സംസാരിക്കുന്നതെന്നാണ് അധീർ രഞ്ജന്റെ ചോദ്യം. ബംഗാളിലെ മതേതര സഖ്യവുമായി ബന്ധപ്പെട്ടാണ് അധീർ രഞ്ജന്റെ പരാമർശങ്ങളുണ്ടായത്. CPIഎമ്മിനെ ഇടതുപക്ഷത്തിനെ പ്രശംസിക്കുക മാത്രമല്ല, അദ്ദേഹത്തിന്റെ വാക്കുകൾ മതേതരത്വം മറന്ന കോൺഗ്രസിനെതിരെയുള്ള വിമർശനം കൂടിയായി മാറുകയാണ്. പശ്ചിമബംഗാളിൽ ഇന്ത്യൻ സെക്യുലർ ഫ്രണ്ടുമായുള്ള സഖ്യത്തിനെതിരെ കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിലെ ഒരു വിഭാഗം എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു. ഇതിൽ നിലപാട് വ്യക്തമാക്കവെയാണ് കോൺഗ്രസ് ലോക്സഭാ കക്ഷി നേതാവും ബംഗാൾ PCC അധ്യക്ഷനുമായ അധീർ രഞ്ജൻ ചൗധരി CPIഎമ്മിനെ പ്രശംസിച്ച് രംഗത്തെത്തിയത്. ബംഗാളിൽ സഖ്യം നയിക്കുന്നത് ഇടത് പാർട്ടികളാണ്. BJPക്കും മമതയ്ക്കുമെതിരെ പോരാടാൻ മതേതര ശക്തികൾ ഒന്നിച്ചു നിൽക്കുന്ന അന്തരീക്ഷമാണ് കോൺഗ്രസ് ആഗ്രഹിക്കുന്നത്. ആ സഖ്യത്തെ CPIഎം നയിക്കുമ്പോൾ അതിന്റെ മതേതര കാഴ്ചപ്പാടിനെ ആർക്കും ചോദ്യം ചെയ്യാൻ സാധിക്കില്ല. ഇതായിരുന്നു ISF സഖ്യത്തെ അനുകൂലിച്ച് അധീർ രഞ്ജൻ ചൗധരിയുടെ പരാമർശം. വർഗീയ ശക്തികൾക്കെതിരെ സംസാരിക്കാതെ കമ്മ്യൂണിസ്റ്റുകൾക്കെതിരെ എന്തിനാണ് സംസാരിക്കുന്നതെന്ന് ചോദിച്ച അദ്ദേഹം വർഗീയ ശക്തികളാണോ മതേതര ശക്തികളാണോ കരുത്താർജിക്കേണ്ടതെന്ന് സഖ്യത്തെ എതിർക്കുന്നവർ വ്യക്തമാക്കണമെന്നും കൂട്ടിച്ചേർത്തു. ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ പ്രതികരണത്തിലായിരുന്നു അധീർ രഞ്ജന്റെ പരാമർശങ്ങൾ. വർഗീയതയുമായി ബന്ധപ്പെട്ട് CPIഎമ്മിനെതിരെ കേരളത്തിൽ കോൺഗ്രസ് നടത്തുന്ന പ്രചരണത്തിന്റെ മുനയൊടിക്കുന്നതാണ് അവരുടെ പ്രമുഖ നേതാവ് തന്നെ CPIഎമ്മിന് നൽകിയ പ്രശംസ. വർഗീയ ശക്തികൾക്കെതിരെ സംസാരിക്കാതെ കമ്മ്യൂണിസ്റ്റുകൾക്കെതിരെ എന്തിനാണ് സംസാരിക്കുന്നതെന്ന അധീർ രഞ്ജന്റെ ചോദ്യം BJPക്കെതിരെ കോൺഗ്രസ് കേരളത്തിൽ ദുർബല പ്രതിരോധം പോലും ഉയർത്താതെ നിൽക്കുകയാണെന്നതും ശ്രദ്ധേയം. ന്യൂസ് ഡെസ്ക്, കൈരളി ന്യൂസ്.
കോൺഗ്രസിൽ തിരുത്തൽവാദികളും സോണിയാ പക്ഷവും തമ്മിലുള്ള പോര് തെരുവിലേക്കെത്തുകയാണ്. കാശ്മീരിൽ ഒരു വിഭാഗം കോൺഗ്രസ് പ്രവർത്തകർ ഗുലാം നബി ആസാദിന്റെ കോലം കത്തിച്ചു. അദ്ദേഹം കഴിഞ്ഞ ദിവസം മോദിയെ പ്രകീർത്തിച്ച് രംഗത്ത് വന്നതിന്റെ പശ്ചാത്തലത്തിലാണ് ഗുലാം നബിക്കെതിരെയുള്ള പ്രതിഷേധം ഉണ്ടായത്. അതേസമയം കോൺഗ്രസ് ആഭ്യന്തര പ്രശ്നങ്ങൾ ഏറ്റുപിടിച്ച് വോട്ടാക്കാൻ BJPയും നീക്കം നടത്തുന്നുണ്ട്. വർഗീയ പാർട്ടികളുമായുള്ള കൂട്ടുകെട്ടിനെതിരെ തിരുത്തൽവാദി നേതാക്കളുടെ പ്രസ്താവനയാണ് ബംഗാളിലും അസമിലും BJP പ്രചരണ ആയുധമാക്കുന്നത്. ആഭ്യന്തര പ്രശ്നങ്ങൾ പരസ്യപ്പോരിലേക്ക് നീങ്ങുന്നതാണ് കോൺഗ്രസ് നേതൃത്വത്തിന് തലവേദനയാകുന്നത്. വർഗീയവാദികളുമായി കൂട്ടുകെട്ടുണ്ടാക്കുന്നത് കോൺഗ്രസ് നയങ്ങൾക്ക് എതിരാണെന്ന നിലപാടാണ് തിരുത്തൽവാദികൾക്ക്. അത് പരസ്യമായി പറഞ്ഞതോടെ വിഷയം BJP ഏറ്റെടുത്തു. തെരഞ്ഞെടുപ്പിൽ വർഗീയ കക്ഷികളുമായി കൂട്ടുകൂടാൻ മടിയില്ലാത്ത പാർട്ടിയായി കോൺഗ്രസ് മാറിയെന്ന് BJP ബംഗാൾ ഘടകം ആരോപിച്ചു. ആസാമിലും കോൺഗ്രസിനെതിരെ വിഷയം BJP ഉയർത്തും. എന്നാൽ സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിമാരുടെ അനുമതിയോടുകൂടിയാണ് സഖ്യത്തിൽ ഏർപ്പെട്ടതെന്ന് കോൺഗ്രസ് ലോക്സഭാ കക്ഷി നേതാവ് അധീർ രഞ്ജൻ ചൌധരി പറഞ്ഞു. അതേസമയം തിരുത്തൽവാദികളും സോണിയ പക്ഷത്തുള്ള നേതാക്കളും തമ്മിലുള്ള പോര് തെരുവിലേക്കുമെത്തി. ജമ്മു പ്രസ് ക്ലബിന് മുന്നിൽ കോൺഗ്രസ് പ്രവർത്തകർ ഗുലാം നബി ആസാദിന്റെ കോലം കത്തിച്ചു. തിരുത്തൽവാദികൾ പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തുന്നുവെന്നും അവർക്കെതിരെ നടപടിയെടുക്കണമെന്നും ആവശ്യപ്പെട്ടാണ് പ്രതിഷേധം. തെരഞ്ഞെടുപ്പുകൾ കൂടി അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ പൊട്ടിത്തെറികൾ കോൺഗ്രസിന് വൻ ക്ഷീണമുണ്ടാക്കും. കൈരളി ന്യൂസ്, ദില്ലി. കിഫ്ബിക്കെതിരെ പ്രതികാര നടപടിയുമായി കേന്ദ്ര സർക്കാർ എത്തിയിരിക്കുന്നു. ഫെമ നിയമം ലംഘിച്ചു എന്നാരോപിച്ച് കിഫ്ബിക്കെതിരെ EDയെ കൊണ്ട് കേസെടുപ്പിച്ചു എന്നാണ് പുതിയ വാർത്ത. അന്വേഷണത്തിന്റെ ഭാഗമായി മൊഴിയെടുക്കുന്നതിനായി കിഫ്ബി CEO, ഡെപ്യൂട്ടി CEO എന്നിവരോട് ഹാജരാകാൻ നിർദ്ദേശിച്ച് ED നോട്ടീസും അയച്ചിട്ടുണ്ട്. CAG റിപ്പോർട്ടിൽ കിഫ്ബിക്കെതിരെ ആരോപണങ്ങൾ തിരികെ കയറ്റിയതിന് പിന്നാലെയാണ് EDയെ ഉപയോഗിച്ച് കിഫ്ബിയെ തകർക്കാനുള്ള ശ്രമങ്ങൾ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. സ്വർണ്ണക്കടത്ത് കേസ് അന്വേഷണത്തിന്റെ മറവിൽ സംസ്ഥാന സർക്കാർ പദ്ധതികൾ അട്ടിമറിക്കാൻ കേന്ദ്ര ഏജൻസികളെ കൊണ്ട് നടത്തിയ നീക്കങ്ങൾ പൊളിഞ്ഞതോടെയാണ് പ്രതികാര നടപടിയുമായി കേന്ദ്ര സർക്കാർ വീണ്ടും രംഗത്തെത്തിയിരിക്കുന്നത്. ലൈഫ് പദ്ധതി തകർക്കാൻ ശ്രമിച്ച EDയെ കൊണ്ട് കിഫ്ബിക്കെതിരെയാണ് ഇത്തവണ നീക്കം നടത്തിയിരിക്കുന്നത്. ഫെമ നിയമം ലംഘിച്ചെന്നാരോപിച്ച് EDയെ കൊണ്ട് കേസെടുപ്പിച്ചാണ് ഇടത് സർക്കാരിനോട് BJP നേതൃത്വം നൽകുന്ന കേന്ദ്ര സർക്കാർ പകവീട്ടുന്നത്. കേന്ദ്ര അനുമതിയില്ലാതെ വിദേശ ഫണ്ട് സ്വീകരിച്ചെന്നാണ് കേസെടുക്കാനുള്ള കാരണമായി ED ആരോപിക്കുന്നത്. അന്വേഷണത്തിന്റെ ഭാഗമായി കിഫ്ബി CEOയ്ക്കും ഡെപ്യൂട്ടി CEOയ്ക്കും ED നോട്ടീസ് അയച്ചു. മൊഴിയെടുക്കുന്നതിനായി ഇരുവരോടും അടുത്തയാഴ്ച ഹാജരാകാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. കിഫ്ബിയുടെ ബാങ്കിംഗ് പങ്കാളിയായ ആക്സിസ് ബാങ്കിന്റെ മേധാവികളോടും ED ഓഫീസിൽ ഹാജരാകാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. കെ-ഫോൺ, ഇ-മൊബിലിറ്റി, ലൈഫ് മിഷൻ തുടങ്ങി സർക്കാരിൻ്റെ അഭിമാന പദ്ധതികൾ തകർക്കാൻ കേന്ദ്ര ഏജൻസികൾ ശ്രമം നടത്തിയിരുന്നു. അതിൻ്റെ തുടർച്ചയായിരുന്നു CAG കരട് റിപ്പോർട്ടിൽ കിഫ്ബിക്കെതിരായ പരാമർശങ്ങൾ. ഇതിനിടെ കിഫ്ബിക്കെതിരെ സംഘപരിവാർ നിയന്ത്രണത്തിലുള്ള സംഘടന ഹൈക്കോടതിയെയും സമീപിച്ചിരുന്നു. കിഫ്ബി വിദേശത്ത് നിന്ന് വായ്പ എടുക്കുന്നത് ഭരണഘടനാ വിരുദ്ധമെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ഹർജി. എന്നാൽ റിസർവ് ബാങ്കിൻ്റെ അനുമതിയോടെയാണല്ലോ കിഫ്ബി വായ്പ എടുത്തിരിക്കുന്നത് എന്ന കോടതി പരാമർശം ഹർജിക്കാർക്ക് വലിയ തിരിച്ചടിയായിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ LDFന്റെ ഭരണ തുടർച്ച ഭയന്ന് രാഷ്ട്രീയ ലക്ഷ്യം വെച്ച് സർക്കാർ പദ്ധതികളെ അട്ടിമറിക്കാനുള്ള കേന്ദ്ര ഏജൻസികളുടെ അവസാന ശ്രമത്തിന്റെ ഭാഗമാണ് കിഫ്ബിക്കെതിരായ ED കേസെന്ന് രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാട്ടുന്നു. കൈരളി ന്യൂസ്, കൊച്ചി. പ്രവാസി വിരുദ്ധ നിലപാടുകൾക്കെതിരെ എയർ ഇന്ത്യ ഓഫീസ് ഉപരോധിച്ച കേസിൽ TV രാജേഷ് MLAയെയും DYFI അഖിലേന്ത്യാ പ്രസിഡന്റ് മുഹമ്മദ് റിയാസിനെയും KK ദിനേശിനെയും കോടതി റിമാൻഡ് ചെയ്തു. കോഴിക്കോട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തത്. ജാമ്യാപേക്ഷ കോടതി നാളെ പരിഗണിക്കും. 2009 നടന്ന സമരത്തെ തുടർന്നാണ് കോടതി 10 വർഷത്തിന് ശേഷം നടപടികൾ സ്വീകരിച്ചിരിക്കുന്നത്. 2009 കേസിനാസ്പദമായ സംഭവം. വിമാനങ്ങൾ അടിക്കടി റദ്ദാക്കുകയും പ്രവാസികൾക്ക് ജോലി നഷ്ടപ്പെടുകയും ചെയ്ത സാഹചര്യത്തിലാണ് DYFIയുടെ നേതൃത്വത്തിൽ കോഴിക്കോട് എയർ ഇന്ത്യ ഓഫീസിന് മുൻപിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത്. അന്നത്തെ DYFI സംസ്ഥാന സെക്രട്ടറി TV രാജേഷ്, DYFI സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി മുഹമ്മദ് റിയാസ്, ജില്ലാ സെക്രട്ടറി KK ദിനേശൻ ഉൾപ്പെടെ 23 പേർക്കെതിരെ പോലീസ് കേസെടുക്കുകയും ചെയ്തു. കേസിൽ ജാമ്യകാലാവധി അവസാനിച്ച സാഹചര്യത്തിൽ മൂവരോടും വിചാരണ കോടതിയിൽ ഹാജരാവാൻ ഹൈക്കോടതി നിർദ്ദേശിക്കുകയായിരുന്നു. തുടർന്നാണ് മൂവരെയും കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തത്. കേസ് ലോങ് പെൻഡിംഗ് ആയതിനെ തുടർന്നാണ് നേതാക്കൾ ഹൈക്കോടതി നിർദ്ദേശപ്രകാരം വിചാരണ കോടതിയിൽ എത്തിയത്. DYFIയെ സംബന്ധിച്ചിടത്തോളം എന്നും പ്രവാസികളോടൊപ്പം നമ്മുടെ നാടിനോടൊപ്പം പ്രത്യേകിച്ച് മലബാറിനോടൊക്കെ ഈ കരിപ്പൂരിലേക്കുള്ള അന്നത്തെ എയർ ഇന്ത്യ വിമാനങ്ങൾ അടിക്കടി റദ്ദാക്കിയിരുന്നു. രാവിലെ ഒരു ഷോർട്ട് നോട്ടീസിൽ വിമാനം റദ്ദാക്കി എന്നുള്ള വാർത്ത കേൾക്കുമ്പോൾ ഒരുപാട് പ്രവാസികളുടെ ജോലി നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ടായി. അവരുടെ വലിയ ജീവിത പ്രയാസം, ആ ജീവിത പ്രയാസമുള്ള സമയത്താണ് ഇങ്ങനെ ഒരു വലിയ സമരത്തിലേക്ക് അന്ന് DYFI പോയത് 2009.
MLA-യെയും ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ പ്രസിഡന്റിനെയും റിമാൻഡ് ചെയ്തതറിഞ്ഞ് എ പ്രദീപ് കുമാർ MLA-യുടെ നേതൃത്വത്തിൽ CPI നേതാക്കൾ കോടതിയിൽ എത്തി. കേസിലെ മറ്റ് പ്രതികളെ നേരത്തെ തന്നെ കോടതി വെറുതെ വിട്ടിരുന്നു. മൂവരും നാളെ ജാമ്യാപേക്ഷ സമർപ്പിക്കും. കൈരളി ന്യൂസ്, കോഴിക്കോട്. ഇന്ധനവില വർധനവിനെതിരായ പണിമുടക്ക് പൂർണ്ണം. കാണാം ഇടവേളയ്ക്ക് ശേഷം. ഇന്ധനവില ദിനംപ്രതി വർദ്ധിപ്പിക്കുന്ന കേന്ദ്ര നയം തിരുത്തണമെന്നാവശ്യപ്പെട്ടാണ് ഇന്ന് പണിമുടക്ക് സംസ്ഥാന വ്യാപകമായി നടന്നത്. സംയുക്ത സമരസമിതി ആഹ്വാനം ചെയ്ത പണിമുടക്ക് പൂർണ്ണമായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. സംസ്ഥാനത്ത് സ്വകാര്യ ബസ്സുകൾ ഉൾപ്പെടെ മോട്ടോർ വാഹനങ്ങൾ ഇന്ന് നിരത്തിലിറങ്ങിയില്ല. KSRTCയും പണിമുടക്കിൽ പങ്കുചേർന്നു. സ്വകാര്യ വാഹനങ്ങളും നിരത്തിലിറങ്ങാതെ പണിമുടക്കിനോട് സഹകരിച്ചു. അതിനിടെ കേന്ദ്ര സർക്കാർ പാചകവാതക വില കുത്തനെ ഉയർത്തുന്നതിൽ പ്രതിഷേധിച്ച് കൊച്ചിയിൽ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ തലമുണ്ടനം ചെയ്തുള്ള പ്രതിഷേധവും നടന്നു. റിപ്പോർട്ട് കാണാം. ഇന്ധനവില വർധനയിലൂടെ ജനങ്ങളെ കൊള്ളയടിക്കുന്ന കേന്ദ്ര നയം തിരുത്തണമെന്നാവശ്യപ്പെട്ടാണ് സംയുക്ത സമരസമിതി പണിമുടക്കിന് ആഹ്വാനം ചെയ്തത്. BMS ഒഴികെ സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ നടന്ന പണിമുടക്ക് സംസ്ഥാനത്ത് പൂർണ്ണം. സ്വകാര്യ ബസ്സുകളും KSRTCയും ഓട്ടോ ടാക്സി വാഹനങ്ങളും നിരത്തിലിറങ്ങിയില്ല. സാധാരണക്കാരുടെ ജീവിതത്തെ സാരമായി ബാധിക്കുന്ന കേന്ദ്ര നയത്തിനെതിരെ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. ഇന്ധനവിലയ്ക്ക് പിന്നാലെ പാചകവാതക വിലയും കുത്തനെ ഉയർത്തി ജനങ്ങളുടെ നട്ടലൊടിക്കുന്ന കേന്ദ്ര സർക്കാരിനെതിരെ കൊച്ചിയിൽ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ നേതൃത്വത്തിൽ തലമുണ്ടനം ചെയ്ത് പ്രതിഷേധിച്ചു. വാണിജ്യ സിലിണ്ടറിന് 1600 രൂപയ്ക്ക് മുകളിൽ വർദ്ധിപ്പിച്ച കേന്ദ്ര സർക്കാർ ഹോട്ടൽ വ്യവസായത്തെ തകർക്കുകയാണെന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി G. ജയപാൽ പറഞ്ഞു. കഴിഞ്ഞ 4 മാസത്തിനുള്ളിൽ 500 രൂപയ്ക്ക് ഗ്യാസ് വില വർദ്ധിപ്പിച്ചുകൊണ്ട് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില ക്രമാതീതമായി വർദ്ധിപ്പിച്ചുകൊണ്ട് ഏതാണ്ട് 100 രൂപയുടെ അടുത്തായി പെട്രോളിനും ഡീസലിനുമെല്ലാം വില വർധനവ്. ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കുക എന്നുള്ള ഒരു സേവന സംഘടനയുടെ, ഒരു സാമൂഹ്യ സംഘടനയുടെ കർത്തവ്യമാണ് ഞങ്ങളിവിടെ ചെയ്യുന്നത്. കേരളത്തിലെ ചെറുകിട ഹോട്ടലുകൾ ഒരു വലിയ പ്രതിസന്ധിയെ നേരിടുമ്പോൾ അനുദിനം ഗ്യാസിന്റെ വില വർദ്ധിപ്പിച്ചുകൊണ്ട് 4 മാസങ്ങൾക്കുള്ളിൽ 500 രൂപ വില വർദ്ധിപ്പിച്ചുകൊണ്ട് ഇന്നലെ മാത്രം 100 രൂപയാണ് വില വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ഇന്ധനവിലയും പാചകവാതക വിലയും കുത്തനെ ഉയർത്തിയിൽ പ്രതിഷേധിച്ച് സംസ്ഥാനത്താകമാനം പ്രതിഷേധ പ്രകടനങ്ങളും സമരങ്ങളും അരങ്ങേറി. വിവിധ ബ്യൂറോകൾക്കൊപ്പം സിബി ജോസഫ്, കൈരളി ന്യൂസ്, കൊച്ചി. പെട്രോളിനൊപ്പം കുത്തനെ ഉയർന്നാണ് ഗ്യാസ് വിലയും കുതിച്ചു പായുന്നത്. 4 മാസത്തിനിടെ 225 രൂപ വർദ്ധിപ്പിച്ചിരിക്കുന്നു. 826 രൂപയാണ് ഇപ്പോഴത്തെ വില. കഴിഞ്ഞ വർഷം ഡിസംബറിൽ പാചകവാതക വില 100 രൂപ കൂട്ടിയിരുന്നു. വാണിജ്യ സിലിണ്ടറിൻ്റെ വില 100 രൂപ വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഗതാഗത ചെലവ് ഉയരും. ഈ ഇന്ധനവില അടിക്കടി വർദ്ധിക്കുന്നത് കൊണ്ട് മറ്റ് വിലക്കയറ്റമുണ്ടാകും. കുടുംബ ബജറ്റിൻ്റെ താളം തെറ്റും. ആ നിലയിലൊക്കെയാണ്. പക്ഷേ കേന്ദ്ര സർക്കാരിന് നിസ്സംഗത മാത്രമാണ്. വാണിജ്യ സിലിണ്ടറിന് കഴിഞ്ഞ ദിവസത്തെ വില വർധന കൂടിയാകുമ്പോൾ 1618 രൂപയായി. ഹോട്ടലുകളിൽ ഉൾപ്പെടെ വില വർധനമാണ് നമുക്ക് മുന്നിലേക്ക് വരുന്നത്. എന്തായാലും ഇന്ധനവില റെക്കോർഡ് നിലവാരത്തിൽ തന്നെയാണ് ഉള്ളത്. പ്രതിഷേധങ്ങൾ ഉയരുമ്പോഴും കേന്ദ്രത്തിന് നിസ്സംഗതയാണ് എന്ന് തന്നെ പറയേണ്ടി വരുന്നു. ഇന്ധന വില വർധനവിനെതിരെ അടുപ്പുകൂട്ടി സമരം ഉൾപ്പെടെ CPM സംഘടിപ്പിച്ചിരുന്നു. രാജ്യവ്യാപകമായി പ്രതിഷേധം ഉയരുന്ന പശ്ചാത്തലത്തിലുണ്ട്. ഈ ഘട്ടത്തിലൊന്നും കേന്ദ്രത്തിന് ഈ പ്രതിഷേധങ്ങളെ കാണാനോ വിലയിരുത്താനോ ഒന്നും മനസ്സ് വരുന്നില്ല എന്ന് തന്നെയാണ് സൂചിപ്പിക്കേണ്ടത്. എന്തായാലും നമ്മൾ ഗ്യാസ് കത്തിച്ചുകൊണ്ടൊരു ചെറിയ പ്രതിഷേധം ഈ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നടത്തുകയാണ്. പേന മാറ്റി ലൈറ്ററാക്കിയിട്ടുണ്ട് കേട്ടോ. കത്തി കേരളയുടെ ഓക്മെന്റ് ഷോ കൂടിയാണ്. എന്തായാലും ഇത്തരം പ്രതിഷേധമൊക്കെ ഉയരുമ്പോൾ BJP നേതാക്കളുടെ പ്രസ്താവന കൂടി പ്രസക്തമാകുന്നു. പാചകവാതക വില വർധനവിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് പരിഹാസ്യമായ മറുപടിയാണ് K. സുരേന്ദ്രൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. ചോദ്യത്തിന് സബ്സിഡി ഇപ്പോഴും കിട്ടുന്നുണ്ടല്ലോ എന്നാണ് പരിഹാസത്തോടെ സുരേന്ദ്രൻ മറുപടി പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കൂടി കേൾക്കാം. പിന്നെ പാചകവാതക വില വർദ്ധിച്ചിട്ടുണ്ട്. 25 രൂപ ഇന്ന് വർദ്ധിച്ചിരിക്കുകയാണ്. ഡെയിലി എല്ലാ മാസവും ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ജീവിതം ദുസ്സഹമായിക്കൊണ്ടിരിക്കുകയാണ്. ഇക്കാര്യത്തിൽ BJP പ്രതിഷേധിക്കുന്നുണ്ടോ? എന്താണ് നിലപാട്? പാചകവാതകം സബ്സിഡി ഗാർഹിക ആവശ്യത്തിനുള്ളത് നല്ലല്ലോ. ഗാർഹിക ആവശ്യത്തിനുള്ളത് വർദ്ധിച്ചിരിക്കുന്നു. 25 രൂപ ബാങ്കിൽ വരുന്ന ഈ രീതി അവസാനിച്ചിരിക്കുന്നു.
ബാങ്കിൽ വരുന്നില്ല. 3 മാസത്തിനിടെ കൂടിയത് 220 രൂപയുടെ വർധനവ്, ഒരു മാസത്തിനിടെ 100 രൂപയുടെ വർധനവ് ഉണ്ടായിട്ടുണ്ട്. അല്ല, പാചകവാതകം സാധാരണക്കാരന് സബ്സിഡി ഗവൺമെന്റ് കൊടുക്കുന്നുണ്ടല്ലോ. സബ്സിഡി ഇല്ല, ഇപ്പൊ സബ്സിഡി നിർത്തലാക്കിയിട്ടൊന്നുമില്ല. സബ്സിഡി ഇപ്പൊ ബാങ്കിൽ വരുന്നില്ല. ആര് പറഞ്ഞു? നിങ്ങൾ ഒരു മാസത്തേക്ക് വന്നില്ലെന്ന് വിചാരിച്ചിട്ട്? അല്ല, നമ്മളൊക്കെ ഗവൺമെന്റ് സബ്സിഡി നിർത്തലാക്കി എന്നുള്ള ഒരു ഇതും ഞാൻ കണ്ടു. അതായത് ഇപ്പൊ ബാങ്കിൽ വരുന്നില്ല, 3 മാസമായിട്ട് വരുന്നില്ല. എന്തായാലും 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ഇന്ധന നികുതി കുറയ്ക്കാൻ കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നു. ബീഹാർ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ വിലവർദ്ധനവൊക്കെ പിടിച്ചു നിർത്തിയ, അതായത് ദൈനംദിന വിലവർദ്ധനവ് നിർത്തിവെച്ചിരുന്ന സമീപനമുണ്ട്. ജനങ്ങളെ വഞ്ചിക്കാനുള്ള അത്തരമൊരു സമീപനം ഈ തെരഞ്ഞെടുപ്പ് കാലത്തും കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്ന റിപ്പോർട്ടുകൾ കൂടിയുണ്ട്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് കൂടി കാണാം. കഴിഞ്ഞ വർഷം അന്താരാഷ്ട്ര വിപണിയിൽ അസംസ്കൃത എണ്ണവില കുത്തനെ കുറഞ്ഞിരുന്നു. എന്നാൽ കോവിഡിനെ തുടർന്നുണ്ടായ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കുന്നതിനായി കേന്ദ്ര സർക്കാർ എക്സൈസ് നികുതി വർദ്ധിപ്പിച്ചതിനാൽ ജനങ്ങൾക്ക് ആനുകൂല്യം ലഭിച്ചിരുന്നില്ല. പിന്നീട് എണ്ണവില തുടർച്ചയായി കുറഞ്ഞെങ്കിലും നികുതി ഇളവ് വരുത്താൻ തയ്യാറാകാതിരുന്ന കേന്ദ്രം തെരഞ്ഞെടുപ്പുകൾ മുന്നിൽ കണ്ട് നികുതി ഇളവ് നൽകാനാണ് ആലോചിക്കുന്നത്. അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയാണ് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. മാർച്ച് മധ്യത്തോടെ തീരുമാനം കൈക്കൊള്ളാനുള്ള നടപടിയാണ് പുരോഗമിക്കുന്നത്. 2 തവണയാണ് കോവിഡ് വ്യാപനം രൂക്ഷമായ സമയത്ത് എക്സൈസ് നികുതി വർദ്ധിപ്പിച്ചതും. നിലവിൽ അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില ഉയരുന്നുണ്ട്. ഇതിന് ആനുപാതികമായി എക്സൈസ് നികുതി ഉയരുന്ന സാഹചര്യത്തിലാണ് നികുതി വെട്ടിക്കുറയ്ക്കുന്നത് സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നത്. ഇത് സംബന്ധിച്ച് നിർണായക ചർച്ചകൾ കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിന്റെ ഭാഗത്തുനിന്നും ആരംഭിച്ചിട്ടുണ്ടെന്നാണ് വിവരം. അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവിലയിലുണ്ടായ കുറവിന്റെ ഗുണം ജനങ്ങൾക്ക് ലഭിക്കുന്നത് തീരുവ വർധനയിലൂടെ തടയപ്പെട്ടുവെന്നാണ് സാമ്പത്തിക വിദഗ്ധരും അഭിപ്രായപ്പെടുന്നത്. വില കുറയ്ക്കുന്നത് സംബന്ധിച്ച് പൊതുമേഖലാ എണ്ണക്കമ്പനികൾ, സംസ്ഥാന സർക്കാരുകൾ എന്നിവരുമായി കേന്ദ്ര സർക്കാർ ചർച്ച നടത്തിയെന്നാണ് റിപ്പോർട്ടുകൾ. എണ്ണവില കുറയ്ക്കണമെങ്കിൽ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും നികുതി വെട്ടിക്കുറയ്ക്കണമെന്ന് നേരത്തെ ധനമന്ത്രി നിർമ്മല സീതാരാമൻ അഭിപ്രായപ്പെട്ടിരുന്നു. നിലവിൽ ഇന്ധനവിലയിൽ 60% നികുതികളാണ്. അതുകൊണ്ട് തന്നെ നികുതിയിൽ ഗണ്യമായ കുറവ് വരുത്തിയാൽ മാത്രമേ ജനങ്ങൾക്ക് പ്രയോജനം ലഭിക്കൂ. എന്നാൽ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാരിന് എത്ര വേഗത്തിൽ ഇത് നടപ്പാക്കാൻ സാധിക്കുമെന്നതാണ് പ്രധാന ചോദ്യം. കൈരളി ന്യൂസ്, ദില്ലി. കാർഷിക നിയമങ്ങൾ കുത്തകകളെ സഹായിക്കാനുള്ളതാണ് എന്ന് വ്യക്തമാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസ്താവന. രാജ്യത്ത് ഭക്ഷ്യ സംസ്കരണ വിപ്ലവം നടപ്പിലാക്കുന്നതിന് കാർഷിക മേഖലയിൽ കൂടുതൽ സ്വകാര്യ പങ്കാളിത്തം ഉണ്ടാകണം എന്നാണ് പ്രധാനമന്ത്രി നിലപാടുകൾ പറയുന്നത്. നമുക്കറിയാം, കർഷക സമരം, രാജ്യമേറ്റെടുത്ത സമരം, അത് 100 ദിവസത്തിലേക്ക് എത്തുകയാണ്. ഇന്ന് 97 ദിവസമാണ്. 97 ദിവസം സമരം പിന്നിട്ടിരിക്കുന്നു. കേന്ദ്രത്തിൻ്റെ നിസ്സംഗത തുടരുന്നു. പ്രധാനമന്ത്രി ഇക്കാര്യത്തിൽ പറയുന്നത് സ്വകാര്യ പങ്കാളിത്തം അനിവാര്യമാണ് എന്ന നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. കാണാം. വിവാദ കാർഷിക നിയമങ്ങളുടെ കൃത്യമായ ലക്ഷ്യമാണ് പ്രധാനമന്ത്രിയുടെ വാക്കുകളിൽ നിന്നും തെളിഞ്ഞു വന്നത്. മോദിയുടെ പ്രസ്താവനയിലൂടെ കാർഷിക നിയമങ്ങൾ കോർപ്പറേറ്റ് കുത്തകകൾക്ക് കുടപിടിക്കലാണെന്നത് വ്യക്തമാണ്. രാജ്യത്തിന്റെ സിംഹഭാഗം സമ്പത്തും കൈയടക്കി വെച്ചിരിക്കുന്ന ഏതാനും ചില കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയാണ് മോദി സർക്കാർ സമരം ചെയ്യുന്ന കർഷകരോട് കലഹിക്കുന്നത്. കാർഷിക മേഖലയിൽ വൻ പരിവർത്തനം ഉദ്ദേശിച്ചുകൊണ്ടുള്ള നിയമ ഭേദഗതികൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന അതേ കാലയളവിൽ തങ്ങളുടെ വ്യവസായ സാമ്രാജ്യം കാർഷിക മേഖലയിൽ തന്നെ വിപുലമാക്കാനുള്ള നടപടി അദാനി, അംബാനി ഗ്രൂപ്പുകളടക്കം നേരത്തെ തന്നെ തുടങ്ങിയിരുന്നു. കേന്ദ്ര സർക്കാരിന്റെ നയപരമായ തീരുമാനം നേരത്തെ തന്നെ അറിഞ്ഞുകൊണ്ടുള്ള വ്യവസായ വിപുലീകരണമാണ് ഈ കോർപ്പറേറ്റുകൾ ഇന്ന് നടത്തുന്നതും. കാർഷിക രംഗത്തെ കോർപ്പറേറ്റ് ആധിപത്യം തങ്ങളുടെ ജീവിതം തകർക്കുമെന്നതാണ് കർഷകരുടെ ആശങ്ക. ആ കടുത്ത ആശങ്കയാണ് അതിശൈത്യത്തിലും അവരെ രാജ്യതലസ്ഥാനത്തെ അതിർത്തി പ്രദേശങ്ങളിലെ സമരഭൂമികളിൽ എത്തിച്ചത്. വിവാദ കാർഷിക നിയമങ്ങൾ പിൻവലിക്കുക എന്ന കർഷകരുടെ ആവശ്യത്തിന് മുന്നിലൂടെ അവഗണനയോടെയാണ് കേന്ദ്രം ഇതുവരെ കടന്നുപോയത്. പിന്നോട്ടില്ലെന്നുറപ്പിച്ച കർഷകർ സമരം ശക്തമാക്കാൻ ഒരുങ്ങുമ്പോൾ കേന്ദ്രം പ്രതിസന്ധിയിലാവുകയാണ്. ഈ നിയമങ്ങൾ മുന്നിൽ കണ്ട് രാജ്യത്തെ കോർപ്പറേറ്റ് കുത്തുകൾ നടത്തിയ വലിയ നിക്ഷേപങ്ങൾ തളർത്താതിരിക്കുക എന്നത് BJPയുടെ കൂടെ മുഖ്യ ആവശ്യമാകുമ്പോഴാണ് പ്രധാനമന്ത്രി തന്നെ കേന്ദ്രത്തിന്റെ കോർപ്പറേറ്റ് അനുകൂല നയം വ്യക്തമാക്കിയിരിക്കുന്നത്. വിഷ്ണുപ്രസാദ്, കൈരളി ന്യൂസ്. BJP കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗം എന്തായാലും മറ്റന്നാൾ ചേരും. കേരളത്തിലെ അടക്കം സ്ഥാനാർത്ഥികളുടെ പ്രാഥമിക പട്ടിക BJP തെരഞ്ഞെടുപ്പ് കമ്മിറ്റി വിലയിരുത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. പശ്ചിമ ബംഗാളിൽ നടക്കുന്ന ആദ്യ 2 ഘട്ട തെരഞ്ഞെടുപ്പിലേക്കുള്ള സ്ഥാനാർത്ഥികളുടെ പട്ടികയ്ക്ക് തെരഞ്ഞെടുപ്പ് സമിതി അന്തിമ രൂപവും നൽകും. സ്ഥാനാർത്ഥികളെ വ്യാഴാഴ്ച പ്രഖ്യാപിക്കും എന്നാണ് വിവരം. 11 അംഗങ്ങൾ ഉൾപ്പെടുന്നതാണ് BJPയുടെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി. പാർലമെന്ററി ബോർഡ് അംഗങ്ങൾക്ക് പുറമെ ഷാനവാസ് ഹുസൈൻ, ജുവൈൽ ഓറം, വിജയ് രഹാക്കർ തുടങ്ങിയവരും ഈ കമ്മിറ്റിയിലെ അംഗങ്ങളാണ്. ഇന്നത്തെ കോവിഡ് കണക്കുകൾ പരിശോധിച്ചാൽ സംസ്ഥാനത്ത് ഇന്ന് 2938 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 2657 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചു. 209 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല.
24 മണിക്കൂറിനിടെ 60,894 സാമ്പിളുകൾ ആരോഗ്യവകുപ്പ് പരിശോധിച്ചു. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 4.31 ആണ്. അത് കുറഞ്ഞിരിക്കുന്നത് ആശ്വാസകരം തന്നെ. ഏറ്റവും കൂടുതൽ കേസ് തൃശ്ശൂരിലാണ് ഇന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. ഏറ്റവും കുറവ് വയനാട്ടിലാണ് കഴിഞ്ഞ 24 മണിക്കൂറിനിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് വന്ന ഒരാൾക്ക് കഴിഞ്ഞ 24 മണിക്കൂറിനിടെ കോവിഡ് സ്ഥിരീകരിച്ചു എന്നതും പുതിയ റിപ്പോർട്ടാണ്. അതേസമയം UK നിന്ന് വന്ന ആർക്കും കഴിഞ്ഞ 24 മണിക്കൂറിനിടെ കോവിഡ് സ്ഥിരീകരിച്ചിട്ടില്ല. 16 പേർ മരണപ്പെട്ടത് COVID-19 മൂലമാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. 3512 പേരാണ് രോഗമുക്തി നേടിയത്. ഇന്ന് 3 പുതിയ ഹോട്ട്സ്പോട്ടുകൾ 8 പ്രദേശങ്ങളെ ഹോട്ട്സ്പോട്ടിൽ നിന്ന് ഒഴിവാക്കിയിട്ടുമുണ്ട്. അതേസമയം 60 വയസ്സിന് മുകളിലുള്ളവരുടെ വാക്സിനേഷന് സംസ്ഥാനത്ത് 2ാം ദിവസവും മികച്ച പ്രതികരണം തന്നെയാണ് ലഭിക്കുന്നത്. മന്ത്രിമാരായ KK ശൈലജ, E ചന്ദ്രശേഖരൻ, രാമചന്ദ്രൻ കടന്നപ്പള്ളി തുടങ്ങിയവരും ഇന്ന് കോവിഡ് വാക്സിൻ സ്വീകരിച്ചു. കോവിഡ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുന്നതിലുള്ള സാങ്കേതിക പ്രശ്നങ്ങൾ ഉടൻ പരിഹരിക്കുമെന്ന് ഇന്ന് ആരോഗ്യമന്ത്രി സൂചിപ്പിക്കുകയും ചെയ്തു. കോവിഡ് വാക്സിനേഷന് ആശങ്കയുള്ളവർക്ക് ആശ്വാസം പകർന്നാണ് മന്ത്രിമാർ ഇന്ന് കോവിഡ് വാക്സിൻ സ്വീകരിച്ചത്. ആരോഗ്യമന്ത്രി ശൈലജ ടീച്ചർ ഭർത്താവ് ഭാസ്കരൻ മാഷുമൊത്താണ് തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജിൽ വാക്സിൻ സ്വീകരിക്കാനെത്തിയത്. വാക്സിൻ്റെ ആദ്യത്തെ ഡോസ് എടുത്ത ഉടൻ തന്നെ പ്രതിരോധമായി എന്ന് തെറ്റിദ്ധരിക്കരുത്. വാക്സിൻ്റെ 2ാമത്തെ ഡോസ് 28 ദിവസം കഴിഞ്ഞിട്ടേ എടുക്കാൻ പറ്റുള്ളൂ. 2ാമത്തെ ഡോസ് എടുത്തു കഴിഞ്ഞാൽ പിന്നെയും ഒരു 14 ദിവസമൊക്കെ കഴിയുമ്പോഴേ ഇമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യുള്ളൂ, പ്രതിരോധം ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അത്രയും ദിവസം നമ്മൾ വാക്സിൻ എടുക്കുന്നതിന് മുമ്പ് എങ്ങനെ തന്നെയാണോ അതുപോലെ മാസ്ക് ധരിച്ചും മറ്റ് നിബന്ധനകൾ പാലിച്ചും തന്നെ തുടരണം എന്നുള്ളതാണ് പറയാനുള്ളത്. 60 വയസ്സിന് മുകളിലുള്ളവരുടെ വാക്സിനേഷന് സംസ്ഥാനത്ത് 2ാം ദിവസവും മികച്ച പ്രതികരണമാണ് ലഭ്യമാകുന്നത്. വാക്സിനേഷന് ക്രമമനുസരിച്ച് എല്ലാവരും മുന്നോട്ട് വരണമെന്ന് മന്ത്രിമാർ പറഞ്ഞു. ഏതാണ്ട് ഒരു ബ്ലഡ് ടെസ്റ്റിന് വേണ്ടി എടുക്കുന്ന അതിൻ്റെ വേദന പോലും ഇല്ലാത്ത വിധത്തിൽ വളരെ എളുപ്പത്തിൽ തന്നെ കാര്യങ്ങൾ നിർവഹിച്ചു എന്നതാണ് ഇതിലുള്ളത്. അതുകൊണ്ട് പരമാവധി ആളുകൾ ഇതിന് സന്നദ്ധരായി മുന്നോട്ട് വരണം. ഇതിനെ മരുന്ന് പ്രയോജനപ്പെടുത്തി പ്രതിരോധിക്കുന്നതിനേക്കാളേറെ സഹകരണീയത കൊണ്ട് തന്നെ ഈ മഹാവിപത്തിനെ പ്രതിരോധിക്കാൻ കഴിയുമെന്ന കേരളത്തിൻ്റെ അനുഭവം കൂടുതൽ വിജയിപ്പിക്കാൻ കഴിയുമെന്നാണ് എൻ്റെ വിനീതമായ വിശ്വാസം. 60 വയസ്സിന് മുകളിലുള്ളവരും 45 വയസ്സ് കഴിഞ്ഞ ഗുരുതര രോഗങ്ങളുള്ളവരുമാണ് ഈ ഘട്ടത്തിൽ വാക്സിൻ എടുക്കുന്നത്. കോവിഡ് പോർട്ടലിൽ നേരിട്ടും വാക്സിനേഷൻ കേന്ദ്രങ്ങളിലും അക്ഷയ കേന്ദ്രങ്ങളിലും രജിസ്റ്റർ ചെയ്യാം. കൂടുതൽ പേർ ഒരുമിച്ച് രജിസ്ട്രേഷന് ശ്രമിച്ചതോടെ പോർട്ടലിൽ സാങ്കേതിക തകരാർ തുടരുന്നുണ്ട്. ഇതിൽ ആശങ്കപ്പെടേണ്ടെന്നും പ്രശ്നം ഉടൻ പരിഹരിക്കുമെന്നും ആരോഗ്യമന്ത്രി അറിയിച്ചു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം. ഉത്തർപ്രദേശിൽ തുടർക്കഥയായി ആക്രമണങ്ങളും കൊലപാതകങ്ങളും ഉണ്ടാകുന്നുവെന്ന് നിരന്തരം നമ്മൾ ഇത്തരം വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നതാണ്. നമ്മുടെ മുന്നിൽ ഉന്നാവ് കേസുണ്ട്, ഹത്രാസ് പീഡന കൊലപാതക കേസുകളുണ്ട്. സമാനമായി തന്നെ ഹത്രാസിൽ നിന്നൊരു ദാരുണ സംഭവം ഇന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഹത്രാസിൽ പീഡന കേസിലെ പ്രതി ഇരയുടെ പിതാവിനെ വെടിവെച്ചു കൊന്നുവെന്നാണ് വാർത്ത. കേസിൽ പ്രതിയായ ഗൗരവ് ശർമ്മയും കൂട്ടാളികളും ചേർന്നാണ് പീഡനത്തിനിരയായ പെൺകുട്ടിയുടെ അച്ഛനെ കൊന്നതെന്ന് പെൺകുട്ടി തന്നെ പറയുന്നു. നീതിക്കായി കരഞ്ഞുകൊണ്ട് പെൺകുട്ടി സമൂഹ മാധ്യമങ്ങളിൽ വീഡിയോ പങ്കുവച്ചതോടെയാണ് സംഭവം പുറത്തെറിഞ്ഞത്. എന്തായാലും ഇതോടെ യോഗി സർക്കാരിനെതിരെ പ്രതിഷേധം കൂടുതൽ ശക്തമായി ഉയരുകയാണ്. ആ റിപ്പോർട്ട് കൂടി കാണാം. അതിനുശേഷം ഇന്നത്തെ 9 PM സമാപിക്കുകയാണ്. ശുഭരാത്രി. മകളെ ലൈംഗികമായി ഉപദ്രവിച്ചതിന് ഗൗരവ് ശർമ്മയ്ക്കെതിരെ 2018 ഇരയുടെ അച്ഛൻ കേസ് നൽകിയിരുന്നു. അന്ന് അറസ്റ്റിലായ പ്രതി ഗൗരവ് 1 മാസക്കാലം ജയിലിൽ കിടന്നിരുന്നു. പിന്നീട് ജാമ്യത്തിലിറങ്ങി. നിരവധി മോഷണ കേസുകളിലും പ്രതിയാണ് ഗൗരവ് ശർമ്മ. കഴിഞ്ഞ ദിവസം പെൺകുട്ടിയുടെ അച്ഛനുമായി വാക്കുതർക്കമുണ്ടായതാണ് റിപ്പോർട്ട്. അക്രമി സംഘത്തിൽ 6 പേർ ഉണ്ടായിരുന്നതായാണ് പെൺകുട്ടിയുടെ പ്രതികരണം. അതേസമയം നീതി അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള പെൺകുട്ടിയുടെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചു. ദയവായി എനിക്ക് നീതി തരൂ. ആദ്യം അവർ എന്നെ ഉപദ്രവിച്ചു, ഇപ്പോൾ എൻ്റെ അച്ഛനെ വെടിവെച്ച് കൊന്നു. 6-7 പേർ ഉണ്ടായിരുന്നു. എൻ്റെ അച്ഛന് ആരോടും ശത്രുത ഇല്ലായിരുന്നുവെന്നും അയാളുടെ പേര് ഗൗരവ് ശർമ്മയാണെന്നും പെൺകുട്ടി പറയുന്നുണ്ട്. पहले उसने मेरे साथ छेड़खानी की और रामजादे ने मेरे पापा ने केस कर दिया और उसने छेड़ के मेरे पापा को गोली मारी, मेरे पापा को गोली मारी और रामजादा आया, उसने मेरे पापा को गोली मार दी। क्या नाम है उसने गोली मारी? जिसने गोली मारी उसका नाम पता है आपको? गौरव शर्मा, गौरव शर्मा, गौरव संग्राम नाम से रामजादा. ഇതോടെ യോഗി സർക്കാരിനെതിരെ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. പ്രതിഷേധം ശക്തമായതോടെ പ്രതികൾക്കെതിരെ കർശന നടപടിയെടുക്കാൻ നിർദ്ദേശം നൽകി മുഖം രക്ഷിക്കാനാണ് മുഖ്യമന്ത്രി ആദിത്യനാഥിന്റെ ശ്രമം. കൈരളി ന്യൂസ്, ദില്ലി.